നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം വന്നപ്പോൾ ആ നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേരളത്തിൻ്റെ കാതലായ പ്രശ്നങ്ങളെ വിട്ടുകളഞ്ഞിരുന്നു. അത് തീർച്ചയായും ഒരു നയപ്രഖ്യാപന പ്രസംഗത്തിൽ സംഭവിക്കുവാൻ പാടുള്ളതല്ല. അത് നിർഭാഗ്യകരമായി പോയി എന്ന് വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ അത് പറയുമ്പോൾ രാജ്യത്തോടും ജനതയോടും ഉത്തരവാദിത്വമുള്ള ഒരു ഗവൺമെൻറ്, അല്ലെങ്കിൽ മന്ത്രിമാർ, നിയമസഭാ സാമാജികർ, അവരെന്തിനാണ് മുൻഗണന നൽകുന്നത്, അവരെന്ത് പഠിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ വളരെ പ്രസക്തമായി തീരും. ഇവിടെ ഇപ്പോൾ ഇന്ന് പത്രം വായിക്കുമ്പോൾ കണ്ട കൗതുകകരമായ വാർത്ത, KN ബാലഗോപാൽ ഇനി വീണ്ടും ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തോമസ് ഐസക്കിന് കുറച്ച് കുട്ടികളുടെ വരികളൊക്കെ കിട്ടിയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റ് പൂർവാധികം ചേതോഹരമാക്കി തീർത്തു. ഇനി NS മാധവൻ്റെയോ വൈരമുത്തുവിൻ്റെയോ കുറേ വരികൾ കൂടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് പുതിയ ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്ന് ന്യായമായും പ്രതീക്ഷിക്കാം. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ, അതായത് ഒരു സ്റ്റേറ്റിൻ്റെ ആവശ്യം എന്താണ് എന്ന് തിരിച്ചറിയുകയും ആ ആവശ്യത്തിൻ്റെ പരിഗണന പ്രധാനമായി കാണുകയും അതിനെ മുൻനിർത്തി കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്നതിന് പകരം എന്തൊക്കെയോ ആരെയൊക്കെയോ ബോധ്യപ്പെടുത്തുവാനും, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഉണ്ടല്ലോ, ഇപ്പോൾ ജനപ്രീതികരമായ എന്തെങ്കിലും കാര്യങ്ങൾ ഞങ്ങളിങ്ങോട്ട് വന്നുടനെ ഇവിടെ ചെയ്യാൻ പോവുകയാണെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നതിന് വേണ്ടി ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞില്ലേ, ബഡ്ജറ്റിന് ഐസക്കിൻ്റേതായിട്ടുള്ള പറഞ്ഞില്ലേ എന്താണ് വിജ്ഞാനീയ വിപണനത്തിൻ്റേതായ ഒരു മഹാജാലകം തുറന്നിട്ടിട്ടാണ് അദ്ദേഹം പോയത്. നോളജ് എക്കോണമി എന്ന് പറയുന്നൊരു എക്കോണമി, അതായത് നമ്മളിങ്ങനെ വിജ്ഞാനത്തിൻ്റെ, ഇപ്പോൾ നമ്മൾ എല്ലാത്തിൻ്റെയും ഉപഭോക്താക്കൾ മാത്രമാണ്, മറ്റു നമ്മൾ വിജ്ഞാനം എടുത്തു കൊടുക്കുന്നവർ കൂടിയായിത്തീരും, സെയിൽസ്മെൻ കൂടിയായിത്തീരും. അതാണ് ഈ വിജ്ഞാന വിസ്ഫോടനം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു നോളജ് എക്കോണമി, വിജ്ഞാനത്തിൽ അധിഷ്ഠിതമായ ഒരു എക്കോണമി. ഇത് പറയുമ്പോൾ ഈ വിജ്ഞാനത്തിൽ അധിഷ്ഠിതമായ എക്കോണമി എന്ന് പറയുമ്പോൾ ഇത് പറയുന്ന ആളിന് എക്കോണമിയുടെയും വിജ്ഞാനത്തിൻ്റെയും താറ പാറ എന്നുള്ളത് എഴുതാൻ അറിയണം. അതാണ് അതിൻ്റെ മിനിമം യോഗ്യത. എവിടെന്നെങ്കിലും കടം കിട്ടുന്ന കുറേ വാക്കുകൾ കടിച്ചെടുത്തു കൊണ്ടുവന്ന് ബഡ്ജറ്റിൽ തുപ്പി വെച്ചിട്ട് ഇനി നോളജ് എക്കോണമി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്താണ്, എല്ലാവർക്കും അറിയാം, പുതിയ കാലത്ത് പണ്ട് പറഞ്ഞതുപോലെ ഡാറ്റ എന്ന് പറയുന്നത് ഇറ്റ് ബിക്കംസ് ഓൾ ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ കയ്യിൽ ഡാറ്റ വേണം എന്നുള്ളതുകൊണ്ടാണല്ലോ സ്പ്രിങ്ക്ലർ വന്നത്. കേരളത്തിൽ രോഗികളുണ്ടാകുന്നു, രോഗികളെക്കുറിച്ചുള്ള സമസ്ത വിവരങ്ങളും എല്ലാ വിവരങ്ങളും ശേഖരിച്ച് നമ്മൾ അന്യരാജ്യങ്ങൾക്ക് കൊടുക്കുന്നു. അത് ഒരു വിജ്ഞാന ശേഖരമാണ്. ആ തരത്തിൽ അതിനെ ആധാരമാക്കിയാണ് അവൻ കൃഷി ചെയ്യുന്നത്. ഈ വിജ്ഞാനം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മളങ്ങ് സ്പേസിലോട്ട് പോവുകയോ, അല്ലെങ്കിൽ ആഴക്കടലിലോട്ട് പോവുകയോ, തീരക്കടലിലോട്ട് പോവുകയോ, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും തരത്തിലുള്ള ഇന്നൊവേറ്റീവായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തുകയോ, ഇൻഫർമേഷൻ ടെക്നോളജിയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയോ ഒക്കെ ചെയ്തുകൂടാന്നില്ല. അതിനെ ഉദ്ദേശിച്ചല്ല പറയുന്നത്. പക്ഷേ കച്ചവടക്കാരന്, ബിസിനസ്സുകാരന് ആവശ്യമുള്ള ഒരു വിജ്ഞാനമുണ്ട്. അത് ഇവിടെ കോവിഡാനന്തര കാലത്ത് എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതിനെപ്പറ്റി ബഹുമാനപ്പെട്ട രാജൻ ഗുരുക്കളും സംഘവും ഒരു പത്രിക ഇവിടെ അവതരിപ്പിക്കുമ്പോൾ അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. അതായത് ബുദ്ധിയുണ്ട് എന്ന് സംശയം തോന്നുന്ന
കുട്ടികളെ ആരെങ്കിലും കാണണം. അതായത് ഈ ഇംഗ്ലീഷും മലയാളവും സാഹിത്യമൊക്കെ പഠിക്കുന്നവരെയൊക്കെ കോളേജിൽ നിന്ന് പുറത്താക്കും. കോവിഡാനന്തര കാലത്ത് ഇത് പറയാൻ പ്രധാനപ്പെട്ട കാരണം, ഇവിടെ ഇതിന് ശേഷം ഒരു വിദ്യാഭ്യാസ മന്ത്രി ഒരു പ്രസ്താവന നടത്തി. സ്കൂൾ തുറക്കുന്നതിനെ പറ്റിയും കുട്ടികളെ പഠിപ്പിക്കുന്നതിനെ പറ്റിയും ഒരു പ്രസ്താവന നടത്തി. പിന്നെ നമുക്കൊരു ഹയർ എഡ്യൂക്കേഷൻ്റെ മന്ത്രി ഉണ്ട്. അത് ഹയർ എഡ്യൂക്കേഷൻ രംഗത്ത് തന്നെ പ്രവർത്തിച്ചിരുന്ന ഒരു മന്ത്രിയാണ്. ഒരു പുതിയ മന്ത്രിസഭയുടെ നയപ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ ഞാൻ രണ്ട് കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു. വിദ്യാഭ്യാസത്തിൻ്റെ നയപ്രഖ്യാപനം എന്താണ്? വിദ്യാഭ്യാസത്തിൽ 1957 മിനിസ്ട്രിക്ക് കൃത്യമായ ഒരു നയപ്രഖ്യാപനം ഉണ്ടായിരുന്നു, ഒരു നയമുണ്ടായിരുന്നു, കാഴ്ചപ്പാടുണ്ടായിരുന്നു. 60-കളിലുണ്ടായിരുന്നു, 70-കളിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് ആ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു പോയി. നമ്മളതിനെ കമേഴ്സ്യലൈസ് ചെയ്തു, സമ്പൂർണ്ണമായിട്ടും വാണിജ്യവൽക്കരിച്ചു, വിദ്യാഭ്യാസത്തെ വാണിജ്യവൽക്കരിച്ചു. ഇപ്പോൾ ഒരു പുതിയ മന്ത്രിസഭ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ, ഒരു നയപ്രഖ്യാപനം വരുമ്പോൾ, വിദ്യാഭ്യാസത്തിൻ്റെ വാണിജ്യവൽക്കരണത്തോട് നമ്മൾ സ്വീകരിക്കുന്ന നയം എങ്ങനെയാണ്, അതിൻ്റെ പരിധി ചുരുക്കിക്കൊണ്ടുവന്ന് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വൈജ്ഞാനികമായ ഒരു പ്രതിപ്രവർത്തനം, സാമൂഹ്യ പ്രതിപ്രവർത്തനം എന്നുള്ള നിലയിൽ മനുഷ്യനെ സ്വതന്ത്രനാക്കുന്ന ഒരു അഭ്യാസമാണ്, ഒരു ക്രിയയാണ് എന്നുള്ള നിലയിലുള്ള ഒരു കാഴ്ചപ്പാട് അത് പഴയ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്കുണ്ടായിരുന്നു. അതിപ്പോൾ ഇവർക്ക് ഉണ്ടാകണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു നയപ്രഖ്യാപനം നടത്തുമ്പോഴത്തേക്ക് നിങ്ങളുടെ വിദ്യാഭ്യാസ നയം എന്തെന്ന് ചോദിച്ചാൽ നമുക്കെന്തോ വിദ്യാഭ്യാസ നയം? നമുക്കൊരു വിദ്യാഭ്യാസ നയവുമില്ല. എവിടെ കാശ് കൊടുത്ത് അഡ്മിഷൻ വാങ്ങണം, എവിടെ കാശ് കൊടുത്ത് ഉദ്യോഗം വാങ്ങണം എന്നുള്ളതിനെ പറ്റിയുള്ള ആലോചന, അതാണ് നമ്മുടെ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത്. അതിനപ്പുറം എന്താ? ശിവൻകുട്ടി എന്താ ഇത് പറയുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് നമ്മൾ മറ്റേ വെർച്വൽ ക്ലാസ്സസ് തുടങ്ങാൻ പോവുകയാണ്, ലേണിംഗ് തുടങ്ങാൻ പോവുകയാണ്. അങ്ങനെയുള്ള പുത്തൻ സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തിക്കൊണ്ട് ആ സാങ്കേതിക വിദ്യകളുടെ വിപണനവുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ കമ്പോളം നമ്മൾ ഉണ്ടാക്കുകയാണ്. ആ കമ്പോളം കൂടെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതീവ സമർത്ഥന്മാരായി തീരും. അതൊന്നും അല്ലല്ലോ വിദ്യ. എന്തിന്? അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മളീ പറയുന്ന ഈ നോളജ് എക്കോണമിയുടെ കാലത്ത് ഇവിടെ ഈ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അവരൊരു രേഖ പുറത്തിറക്കിയിട്ടുണ്ടല്ലോ. ആ രേഖയിൽ മലയാളവും ഇംഗ്ലീഷും സാഹിത്യവും ഈ രാഷ്ട്രമീമാംസയും ഫിലോസഫിയും ഒക്കെ പഠിക്കുന്നവർ ക്യാമ്പസിൽ പുറത്തിരുന്ന് പഠിച്ചാൽ മതി. അവർക്ക് നമ്മൾ വേണമെങ്കിൽ ഈ തരത്തിൽ വെർച്വൽ എഡ്യൂക്കേഷൻ വേണമെങ്കിൽ കൊടുത്തോളാം. വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങൾ കണ്ണാടി നോക്കി കണ്ടുകൊണ്ടാൽ മതി. അതായത് ഒരു ഫേസ് ടു ഫേസ് ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിന് അർഹതയുള്ളത് എൻജിനീയറിംഗ് തുടങ്ങി അങ്ങോട്ട് വരുന്ന ചില ശാസ്ത്രശാഖകളിലെ വിദ്യാർത്ഥികൾ മാത്രമാണ്. അവരെ ഞങ്ങൾ തിരഞ്ഞെടുക്കും. ഞങ്ങളെ തിരഞ്ഞെടുക്കുമെന്നും അല്ല പറയുന്നത്. അവരിൽ മിടുക്കന്മാരും പ്രാപ്തരായവരും ആരുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞങ്ങൾ കുറേ പേരെ കണ്ടെത്തും. അപ്പോൾ ആ കണ്ടെത്തുമ്പോൾ കണ്ടെത്തുന്ന ആൾക്കാർക്കൊരു ഗുണമുണ്ടാകണം. ഹു ഈസ് എ ടീച്ചർ എന്നുള്ളതിൻ്റെ ഒരു ഡിഫറൻഷൻ കൂടെ ഞാൻ പറഞ്ഞില്ലേ. ഇപ്പോൾ നിങ്ങളൊരു നയരേഖ ഉണ്ടാക്കുന്നു, ഒരു പുതിയ ഭരണം തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ നയരേഖ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ, കേരളത്തിലെ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഇവിടെ ഒരു നയരേഖ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നയരേഖയാണോ ഗവൺമെൻറ്റിൻ്റെ നയരേഖ എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അതിൽ പറയുന്നുണ്ട് ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ, ഈ വെർച്വലായിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുക, എങ്ങനെയാണ് ഈ പറഞ്ഞതുപോലെ ഒരു മീറ്റിംഗ് നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ അതൊരു വെബിനാറാക്കിയിട്ട് അത് അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ തരത്തിൽ ഈ പറഞ്ഞതുപോലെ ഒരു ലേണിങ്ങിൻ്റേതായിട്ടുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ എങ്ങനെയാണ്, അതിൻ്റെ സാങ്കേതിക വിദ്യകളിൽ വൈദഗ്ധ്യം നേടിയില്ല എന്നുണ്ടെങ്കിൽ ഈ അധ്യാപകൻ പുറത്താക്കപ്പെടും. അധ്യാപകനെ പറ്റിയിട്ടുള്ള ഒരു വിലയിരുത്തലാണ്. അധ്യാപകൻ്റേതായ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കപ്പെടും. അത്
അയാളുടെ സാങ്കേതിക വൈദഗ്ധ്യവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. അതിൽ ഈ നോളജ് ഇക്കോണമിയുടെ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ അതിൽ സാങ്കേതിക വൈദഗ്ധ്യത്തിൻ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ കുട്ടികളെ ഇങ്ങനെ ഈ പറഞ്ഞില്ലേ കച്ചവടക്കാർക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുക, ബിസിനസ്സുകാർ വരുന്നു, വലിയ വലിയ ബിസിനസ്സുകാർ വരുന്നു, വലിയ വലിയ കള്ളക്കടത്തുകാർ, സ്വർണ്ണ കള്ളക്കടത്തുകാർ വരുന്നു. അവർ വരുമ്പോഴത്തേക്ക് കൊള്ളാം, ഇവൻ ഭയങ്കര മിടുക്കനാണല്ലേ, ആ മിടുക്കനാണ്, അങ്ങനെയാണെങ്കിൽ അവനെ ഞാനിങ്ങനെ എടുത്തു, അവനെ കൊണ്ട് ഈ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ രംഗത്ത് ഇന്നൊവേറ്റീവായി എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതായത് സ്പേസിലോട്ട് ഒരു സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ ഒരു ചാനൽ ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ ആലോചിക്കാൻ വേണ്ടി കൊണ്ടുപോകാം. അതൊക്കെയാണ് നയമെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പറയുന്ന ഇതേ ഉള്ളൂ. വിദ്യാഭ്യാസ മന്ത്രി ഒരു പ്രസ്താവന നടത്തുന്നു, സ്കൂൾ തുറക്കാൻ പോവുകയാണ്, പുത്തൻ ഉടുപ്പ് കൊടുക്കാൻ പോവുകയാണ്, കുഞ്ഞുങ്ങൾക്ക് അവരവരുടെ വീടുകളിൽ ഇരുന്നുകൊണ്ട് തന്നെ എല്ലാ ക്ലാസ്സുകളും പഠിക്കാവുന്നതാണ്, ഇനി വീടിൻ്റെ പുറത്ത് പോകണമെന്നൊന്നുമില്ല. അതൊക്കെ ആൾ നയം എന്നൊക്കെ സമ്മതിക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ വകുപ്പിൽപ്പെട്ടതല്ലെങ്കിൽ പോലും ഈ പറഞ്ഞില്ലേ ഹയർ എഡ്യൂക്കേഷനും ഈ താഴെത്തട്ടിലെ വിദ്യാഭ്യാസവും തമ്മിൽ ഈ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. വിദ്യാഭ്യാസത്തിൽ പറയില്ലേ പ്രൈമറി വിദ്യാഭ്യാസവും അപ്പർ എഡ്യൂക്കേഷനുമായിട്ട് ഒന്നിച്ചിരുന്നിട്ട് യാതൊരു കുഴപ്പവും ഉണ്ടായില്ല. വിദ്യാഭ്യാസ മന്ത്രി മുണ്ടശ്ശേരി ആയിരിക്കുമ്പോഴത്തേക്ക് എൻ്റെ ഒരു ഓർമ്മ അദ്ദേഹം തന്നെയായിരുന്നു വിദ്യാഭ്യാസത്തിൻ്റെ മന്ത്രി. മൗലാന അബ്ദുൽ കലാം ആസാദ് ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം തന്നെയായിരുന്നു വിദ്യാഭ്യാസത്തിൻ്റെ മന്ത്രി. പിന്നെയാണ് ഹ്യൂമൻ റിസോഴ്സസ്, മനുഷ്യ വിഭവം എന്ന് പറയുന്ന ഒരു സംഭവമൊക്കെ വന്ന് വിദ്യാഭ്യാസത്തിനൊരു വകുപ്പൊക്കെ ഇല്ലാതായിത്തീരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഉന്നത വിദ്യാഭ്യാസത്തിനൊരു പ്രത്യേക വകുപ്പും പിന്നെ ഒരു കീഴേ വിദ്യാഭ്യാസത്തിന് വേറൊരു വകുപ്പും ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളത് തന്നെ നയപരമായ പ്രശ്നം. ഒരു ഗവൺമെൻറ്റിൽ നിങ്ങൾ വകുപ്പ് വിഭജനം നടത്തുന്നിടത്തുനിന്ന് ആരംഭിക്കുന്നതാണ്. നിങ്ങൾ എങ്ങനെയാണ് താഴെ ക്ലാസ്സുകളെ കാണുന്നത്, എങ്ങനെയാണ് ഹയർ എഡ്യൂക്കേഷനെ കാണുന്നത്, ഹയർ എഡ്യൂക്കേഷനെ നിങ്ങൾ വേറൊരു സ്ട്രാറ്റ നിങ്ങൾ കാണുന്നുണ്ടോ, ഇത് നിങ്ങൾ എങ്ങനെയാണ് ലിങ്ക് ചെയ്യുന്നത്? അതായത് ഒരു പൂർവാപര ബന്ധം ഉണ്ടാവണമല്ലോ. 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തറ പറ എന്ന് പറഞ്ഞ് എഴുതി പഠിക്കുക, അല്ലെങ്കിൽ കൗവിസ് ഡൊമസ്റ്റിക് ആനിമൽ എന്ന് എഴുതി പഠിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എഴുതി പഠിക്കുകയോ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിക്ക് അവൻ വളർന്ന് വലുതായി അവൻ എത്ര വലിയ സയൻറ്റിസ്റ്റ് ആയാലും ഉപദേശകനായാലും അവൻ എത്ര വലിയ നമ്പിനാരായണനായാലും അവൻ രാജ്യത്ത് വിൽക്കുന്ന ശാസ്ത്രജ്ഞനായാലും എന്തൊക്കെയായി മാറിയാലും ഇത് ഒരു പൂർവാപര ബന്ധമാണ്. അതായത് ഈ നമ്മൾ പറയുന്ന ഒരു ഭ്രൂണത്തിൽ നിന്ന് ഒരു കുഞ്ഞുണ്ടാകുന്നു എന്നതുപോലെ, ഒരു മനുഷ്യനുണ്ടായി വരുന്നു എന്നതുപോലെ, ഒരു വിത്തിൽ നിന്ന് ഒരു വൃക്ഷമുണ്ടായി വരുന്നത് പോലെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു വിത്തുണ്ട്. ആ വിത്ത് വീഴുന്നൊരു സ്ഥലമുണ്ട്, ആ ഒരു തറയുണ്ട്. അത് പിന്നെ എങ്ങനെ വികസിച്ച് വരുന്നു എന്ന് പറയുന്നത് മറ്റൊരു ഘട്ടമാണ്. ഇതിനെ രണ്ടിനും കൂടെ ഡീലിങ്ക് ചെയ്തിട്ട് 2 ഭാഗമാക്കി മാറ്റിയിട്ട് 2 പാത്രങ്ങളിലാക്കി വെച്ച് ഇങ്ങനെ ഒരു ഉന്നത വിദ്യാഭ്യാസം വേണമെന്നും പിന്നെ ഒരു അധമ വിദ്യാഭ്യാസം വേണമെന്നും തീരുമാനിക്കുന്നത് KT ജലീൽ എന്ന് പറയുന്ന വളരെ മഹാനായ ഒരു PhD കാരൻ വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തന്നെ കിട്ടിയേ മതിയാവും. ഞാൻ മറ്റുള്ള വിദ്യാഭ്യാസ മന്ത്രിമാരുടെ ഗുണഗണങ്ങളെ പറ്റിയൊന്നും പറയുന്നില്ല, ആരെക്കുറിച്ചൊന്നും ഞാൻ വ്യക്തിപരമായിട്ട് പറയുന്നതല്ല. ആ തരത്തിൽ വിദ്യാഭ്യാസത്തെ ഇങ്ങനെ 2ആയിട്ട് വെട്ടിപ്പകുത്ത് കൊടുക്കുമ്പോൾ വിദ്യാഭ്യാസം പറഞ്ഞാൽ ഇപ്പോൾ 11ാം ക്ലാസ് കഴിഞ്ഞിട്ട് 12ാം ക്ലാസ്സിൽ ഇപ്പോൾ ഞാൻ ഒരു പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയാണ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞില്ലേ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് 12ാം ക്ലാസ്സിൽ എത്തുമ്പോൾ ഞാനൊരു പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയാണ്. അപ്പോൾ ആ പ്രീ ഡിഗ്രി വിദ്യാർത്ഥി എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ലിങ്കിങ് ഫേസാണ് എൻ്റെ വിദ്യാഭ്യാസത്തിലെ ഏറ്റവും ക്രിയേറ്റീവായിട്ടുള്ള ഫേസ് എന്ന് പറയുന്നത്. ഞാൻ സ്കൂൾ വിദ്യാഭ്യാസം ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ചു വരുന്നു. അതിനുശേഷം ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് കോളേജിൽ വരുമ്പോഴത്തേക്ക് ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് വരുന്നു. ആ ഒരു ഷിഫ്റ്റ് വരുന്നു. ആ ഷിഫ്റ്റ് തീർച്ചയായിട്ടും നമുക്ക് ഉൾക്കൊള്ളാനാവുന്നതാണ്. അങ്ങനെ ഒരു ഷിഫ്റ്റ് വന്നുകൊണ്ട് വലിയ തകരാറൊന്നുമില്ല. ആ 2 ഭാഷയോടും സമരസപ്പെട്ട് പോകാൻ കഴിയുന്ന തരത്തിൽ കുട്ടികൾ പരുവപ്പെട്ട് വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ പറഞ്ഞില്ലേ ഇപ്പോൾ ഈ പ്രീ ഡിഗ്രിയെ ഡീലിങ്ക് ചെയ്യാൻ വേണ്ടി പിന്നീട് നടക്കുന്ന ഒരുപാട് അഭ്യാസങ്ങളുണ്ട്. അത് ഒരു കൊളോണിയൽ പ്ലോട്ടിൻ്റെ ഭാഗമായിരുന്നു. പക്ഷേ ഇതിൻ്റെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെർജിങ് എന്ന് പറയുന്നത് വളരെ ഗംഭീരമായൊരു മെർജിങ്ങാണ്. അതായത് നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിൽ നിന്ന് കോളേജുകളിലേക്ക് ചെല്ലുമ്പോഴുണ്ടാകുന്ന ആ കൗമാരകാലത്തിൽ നമുക്കുണ്ടാകുന്ന വിദ്യാഭ്യാസത്തിൻ്റെ ആസക്തി, അറിയാനുള്ള താല്പര്യങ്ങൾ, ആ താല്പര്യങ്ങളുടെ
മനസ്സ്, അതിൻ്റെ ഉണർവ്, അതൊന്ന് പ്രത്യേകമാണ്. അതിന് നിങ്ങൾക്ക് രണ്ടായിട്ട് വിച്ഛേദിച്ച് മാറ്റാനൊന്നും പറ്റില്ല. സയൻസിൽ താല്പര്യം അവിടെ വരുമ്പോഴത്തേക്ക് ഓപ്ഷനിൽ വരുമല്ലോ, പ്രീ ഡിഗ്രിക്ക് വരുമ്പോൾ ഓപ്ഷനിൽ വരുമല്ലോ. താല്പര്യമുള്ള ഏത് വിഷയം നിങ്ങൾക്ക് എടുക്കാമല്ലോ, പഠിക്കാമല്ലോ. അങ്ങനെ പഠിക്കുന്നു എന്നുള്ളത് കൊണ്ട് എക്കണോമിക്സ് പഠിക്കുന്ന ആൾ എക്കണോമിക്സ് മാത്രമേ പഠിക്കൂ, വേറൊന്നും പഠിക്കുകയില്ല എന്ന് പറയാമല്ലോ. ഞാൻ അങ്ങനെ ഏതെങ്കിലും ഒരു വിഷയം മാത്രമേ പഠിക്കുമെന്ന് നിർബന്ധമുള്ള ഒരാളായിരുന്നില്ല. എനിക്കൊരു ഓപ്ഷണലുണ്ടായിരുന്നു, ഞാൻ ആ ഓപ്ഷണൽ പഠിച്ചു. ഓപ്ഷണൽ പഠിച്ചതിന് ശേഷം ഞാൻ വീണ്ടും എനിക്ക് താല്പര്യമുണ്ടെന്ന് തോന്നിയ ഭാഷ ഞാൻ പഠിച്ചു. അപ്പോൾ ആ തരത്തിൽ പല ഭാഷകളും പഠിച്ചു വരുമ്പോഴും അവ തമ്മിൽ മെർജ് ചെയ്യുമ്പോഴും സയൻസും ഭാഷയും തത്വചിന്തയും എല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു ജീവിതമുണ്ട്. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ വൈദ്യശാസ്ത്രത്തെ പറ്റി സംസാരിക്കുന്നു, മനുഷ്യനെ പറ്റി സംസാരിക്കുന്നു, സാഹിത്യത്തെ പറ്റി സംസാരിക്കുന്നു, സംസ്കാരത്തെ പറ്റി സംസാരിക്കുന്നു, നമ്മൾ ഫിസിക്സിനെ പറ്റി സംസാരിക്കുന്നു. ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നത് സാമാന്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞൊരു ജനറൽ ഫിസിഷ്യൻ എന്ന് പറഞ്ഞൊരു സങ്കല്പം നമുക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ജനറലായിട്ടൊരു വിദ്യാർത്ഥി ഉണ്ടാകുന്നത് എങ്ങനെ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ വിദ്യാർത്ഥിക്ക് ഇന്ത്യൻ പൈതൃകവുമായിട്ട് ബന്ധമുണ്ടാകണം, ഇന്ത്യൻ പാരമ്പര്യവുമായിട്ട് ബന്ധമുണ്ടാകണം, ലോക സാഹിത്യവുമായിട്ടും ലോകത്തിൻ്റെ ചരിത്രവുമായും ലോകത്തിൻ്റെ ധനതത്വശാസ്ത്രവുമായിട്ടും അറിയാനുള്ള ഒരു മനസ്സുണ്ടാകണം. അതാണ് വിദ്യാർത്ഥി എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ നോളജ് എന്ന് പറയുന്നത്. നോളജ് എന്ന് പറയുന്നത് അത് കേവലം എന്തെങ്കിലും അറിഞ്ഞ് മനസ്സിൽ കെട്ടിപ്പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന സംഭവമല്ല. എനിക്ക് കിട്ടിയ അറിവ്, അതായത് ഞാൻ ഇപ്പോൾ ഇംഗ്ലീഷ് സാഹിത്യം പഠിച്ചു, അല്ലെങ്കിൽ മലയാള സാഹിത്യം പഠിച്ചു, അല്ലെങ്കിൽ ഹിന്ദി സാഹിത്യം പഠിച്ചു, അതും ഞാൻ പഠിച്ച കെമിസ്ട്രിയും തമ്മിൽ എനിക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും, ആ തരത്തിലൊരു കോറിലേഷൻ്റേതായിട്ടുള്ള ഒരു കൺസ്ട്രക്റ്റ് കണ്ടെത്താൻ ശ്രമിക്കുന്നിടത്താണ് വിദ്യാഭ്യാസം രൂപപ്പെട്ടു വരുന്നത്. അവിടെയാണ് വിജ്ഞാനം രൂപപ്പെട്ടു വരുന്നത്, അവിടെയാണ് വിസ്ഡം രൂപപ്പെട്ടു വരുന്നത്. അതായത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൻ്റെ മണ്ഡലങ്ങളുമായിട്ട് നമ്മൾ പഠിച്ച പാഠങ്ങളെ പഠിച്ച് വളരെ കാൽപ്പനികവും ഒരു പക്ഷേ സൗന്ദര്യാത്മകവും ജീവിതത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളതായിട്ടുള്ള പല കാര്യങ്ങളെ ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളുമായും വിശപ്പുമായും പോരാട്ടവുമായും സ്വാതന്ത്ര്യവുമായിട്ടുമൊക്കെ ബന്ധപ്പെടുത്തി കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതായിരുന്നു നമ്മുടെ വിദ്യാഭ്യാസം. ഇവിടെ ഒരു വിദ്യാഭ്യാസ മന്ത്രി വന്നു, ഞാനിവിടെ കുറേ ലേണിംഗ് അങ്ങ് നടത്തും, പുത്തൻ ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കും, പിന്നെ ഒരു പ്രവേശനോത്സവം. കുട്ടികൾക്ക് സ്കൂളുകൾക്കുള്ളിൽ കടന്നു ചെല്ലാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ എന്ത് ഉത്സവമാണ് പ്രവേശനോത്സവം എന്ന് പറയുന്നത്? അത് ആരുടെ ഉത്സവമാണ്? അത് ആരുടെ ഉത്സവമാണ്? അത് കൊറോണയുടെ ഉത്സവമാണോ? 2ാം വർഷം നമ്മൾ കൊറോണയുടെ ഉത്സവം ആചരിക്കാൻ പോവുകയാണ് എന്ന് പറയുകയാണ്. പിന്നെ ബാക്കിയുള്ള ഉത്സവത്തിൻ്റെ പരിപാടികൾ ഡീറ്റെയിൽസൊക്കെ ആ ഉത്സവത്തിൻ്റെ പ്രധാനി ആരായിരിക്കണം, അത് ഉദ്ഘാടനം ചെയ്യുന്ന ആരായിരിക്കണം, വെബിനാറിൽ ആരൊക്കെ പങ്കെടുക്കണം, ഈ വക കാര്യങ്ങളൊക്കെ അദ്ദേഹം തീരുമാനിക്കും, അദ്ദേഹം മുഖ്യമന്ത്രി തീരുമാനിക്കും എന്നാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. അപ്പോൾ ഇന്നലെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളെപ്പറ്റി പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു അടിയന്തര പ്രാധാന്യത്തെപ്പറ്റി പറഞ്ഞു എന്നുള്ളത് കൊണ്ട് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു എടുക്കാച്ചരക്കായിട്ട് മാറുന്നില്ല. നമുക്കൊരു വിദ്യാഭ്യാസ നയമുണ്ടോ എന്ന് പറയേണ്ടത് ഗവർണറാണ്. പുതിയ മന്ത്രിസഭയ്ക്കൊരു വിദ്യാഭ്യാസ നയമുണ്ടോ? ആ വിദ്യാഭ്യാസ നയത്തിൽ നിങ്ങൾ പുതിയ കലർപ്പുകൾ എത്രത്തോളം കൊണ്ടുവരുന്നുണ്ട്? അതായത് ഒരു സാങ്കേതിക വിദ്യയുടെ പിന്തുണയോടുകൂടി മാത്രമേ ഇപ്പോൾ ക്ലാസ്സുകൾ നടത്താൻ പറ്റൂ എന്നുണ്ടെങ്കിൽ ശരി, സമ്മതിച്ചു, നിങ്ങൾ അങ്ങനെ നടത്തിക്കൊള്ളൂ. പക്ഷേ എന്നാലും നമുക്ക് സാങ്കേതിക വിദ്യയ്ക്ക് അപ്പുറം നിൽക്കുന്ന മനുഷ്യൻ്റെ ആർജവം എന്ന് പറയുന്ന ഒരു സവിശേഷ സ്വഭാവമുണ്ട്. അതായത് നമ്മൾ എങ്ങനെയാണ് വിജ്ഞാനത്തെ വിവേകമായി പരിവർത്തിപ്പിച്ചെടുക്കുക എന്നുള്ള ഒരു പ്രവർത്തനം, അത് നിങ്ങളുടെ ഈ ലേണിങ്ങിൽ കൂടി നടത്താൻ പറ്റില്ല. അതിന് ഒരു ഇൻട്രാക്ഷൻ്റേതായിട്ടുള്ള ഒരു പരിസരം ഉണ്ടാക്കണം.
അത് നമുക്ക് എത്ര പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതിനെപ്പറ്റി എന്തെങ്കിലും വിഭാവന നിങ്ങൾക്കുണ്ടായിരുന്നു? ഒന്നുമില്ലല്ലോ, ഒന്നുമില്ല, പൂജ്യമാണ് നമ്മുടെ സങ്കല്പം. കാരണം ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. നിങ്ങൾ ഇവിടുത്തെ കൊച്ചുകുട്ടികൾക്ക് പണ്ട് DPP എന്നും പറഞ്ഞ് ഒരു സംഭവം കൊണ്ടുവന്നു. ആ DPP എന്ന് പറയുന്നത് വേൾഡ് ബാങ്കിൻ്റെ ഫിനാൻസ് നടന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് CPM അതിനെ എതിർക്കുകയും കുറേ കഴിഞ്ഞപ്പോൾ അതിൻ്റെ പേര് മാറ്റിയിട്ട്, മറ്റേ ജനകീയാസൂത്രണത്തിൻ്റെ പേര് മാറ്റിയിട്ടതുപോലെ പേര് മാറ്റിയിട്ട് ഇത് പുത്തൻ പാഠ്യപദ്ധതിയാണ്, അതുകൊണ്ട് നമ്മൾ പുത്തൻ പാഠ്യപദ്ധതി എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു. ഇപ്പോൾ എവിടെ പോയി ഈ DPP? ഈ DPP കൊണ്ട് നമ്മുടെ സ്കൂളുകൾ എന്തുമാത്രം മുന്നോട്ട് പോയി? DPP കൊണ്ട് ഒരു സ്കൂളും മുന്നോട്ട് പോയിട്ടില്ല. ഇതൊന്നും കൃത്രിമമായിട്ട്, അതായത് പരിസര പഠനം എന്ന് പറയുന്നതും കുട്ടികൾ മാവേ കയറുന്നതും തെങ്ങേ കയറുന്നതും കളിക്കുന്നതും ഓടുന്നതും ചാടുന്നതും അതിന് അധ്യാപനം അവരെ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അവരവരുടെ സ്കൂളിൻ്റെ പറമ്പിലും പറയില്ല കായൽ തീരത്തും അവർ തലകുത്തി മറിയുകയും കളിക്കുകയൊക്കെ ചെയ്യുക. അത് തന്നെയാണ് DPP എന്ന് പറയുന്നത്. പഠിക്കുമ്പോഴത്തേക്ക് അതുമായിട്ട് ബന്ധപ്പെടുത്തി അങ്ങനെ പഠിപ്പിക്കേണ്ട കാര്യവുമില്ല. പഠിപ്പിക്കുമ്പോൾ ഒന്നിനെ പാഠരൂപത്തിലാക്കുക എന്ന് പറയുന്നതും ഒന്നിനെ പ്രകൃത രൂപത്തിലാക്കുക എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ പ്രകൃതവും പാഠവും തമ്മിലുള്ള വൈരുദ്ധ്യത്തിൽ നിന്നാണ് വിദ്യാഭ്യാസത്തിൻ്റേതായിട്ടുള്ള ഈ പ്രഥമ തത്വങ്ങൾ രൂപപ്പെട്ടു വരുന്നത്. ഇതിനെപ്പറ്റിയൊന്നും യാതൊരു ലക്കിൽ ലഗാനുമില്ലാതെ, ഒരു ബോധവുമില്ലാതെ വേൾഡ് ബാങ്കിൽ പറഞ്ഞില്ലേ, പണ്ട് ക്യൂബയിൽ അവർ ലിറ്ററസി ക്യാമ്പയിൻ നടത്തി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നടത്തി പമ്പിച്ച വിജയമായിരുന്നു. അത് കണ്ട് സായിപ്പന്മാർക്ക് കൊതിയുണ്ടായിട്ട് ഇനി ഇവിടുത്തെ വിദ്യാഭ്യാസം എങ്ങനെ DPEP, ഡിസ്ട്രിക്ട് പ്രൈമറി ലെവൽ എഡ്യൂക്കേഷൻ, എന്താണ് അതിൻ്റെ അർത്ഥം? ഈ പറഞ്ഞതുപോലെ നിങ്ങളീ പറഞ്ഞ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ തന്നെ മറ്റൊരു രൂപമാണ്. വിദ്യാഭ്യാസത്തെ ജില്ലാതലത്തിലേക്ക് വികേന്ദ്രീകരിക്കുന്ന ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നൊരു അതാണ് ഒരു ജില്ല. അതായത് അതിനകത്ത് ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ ഇന്ത്യയിൽ ഒരു സ്വാതന്ത്ര്യ സമരം നടക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം സംസ്കൃതമല്ല, ഇന്ത്യയുടെ ഒരു ഭാഷയുമല്ല, ഹിന്ദിയല്ല, തമിഴല്ല. തമിഴൊക്കെ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ദ്രാവിഡൻ്റെ രക്തത്തിൽ കിടന്ന് തിളയ്ക്കുന്ന സാധനമാണ്. നമ്മൾ മലയാളികളായിട്ടുള്ള നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ കൗശലക്കാരാണ്. മലയാളം എന്ന് പറയുന്നത് എങ്ങനെയാണ് കാലാനുസൃതമായിട്ട് നമുക്ക് പരുവപ്പെടുത്തി അത് വൈരമുത്തുവിന് കൊടുക്കണോ NS മാധവന് കൊടുക്കണോ, അതിലാരാണ് ഏറ്റവും മിടുക്കൻ, വൈരമുത്തുവാണോ NS മാധവനാണോ മിടുക്കൻ എന്നുള്ളതിനെ പറ്റിയാണ് നമ്മളിപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. എത്രയായാലും വൈരമുത്തു NS മാധവനോടും എത്തുകയില്ല, അത്രയ്ക്ക് കേമനാണ്. അതിനെപ്പറ്റിയാണ് ചർച്ച നടത്തുന്നത്. അങ്ങനെ ഒരു വിഭാഗമാണ് നമ്മൾ മലയാളികളും മലയാള സാഹിത്യകാരന്മാരും എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഒരു ഇന്ത്യ ഉണ്ടായി. ആ ഇന്ത്യ ഉണ്ടായെങ്കിൽ അതിനൊരു പ്രധാനപ്പെട്ട കാരണം മുഹമ്മദ് അലി ജിന്ന എന്ന് പറയുന്ന സംസ്കൃത ചിത്തനായ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സിദ്ധിച്ച ഒരു നേതാവ് നമുക്കുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സിദ്ധിച്ച അതൊരു വൈദേശിക ഭാഷ, ഒരു കൊളോണിയൽ ഭാഷ, നമ്മൾ ഈ കോളനൈസ് ചെയ്യാൻ വേണ്ടി അവർ കൊണ്ടുവന്ന അവരുടെ അധികാരത്തിൻ്റെ ഭാഷ. ആ അധികാരത്തിൻ്റെ ഭാഷ നെഹ്റുവും ജിന്നയും ഒക്കെ പഠിച്ചെടുത്തു, മഹാത്മാഗാന്ധിയും അതൊക്കെ പഠിച്ചെടുത്തു, മറ്റുള്ളവരുമൊക്കെ അതൊക്കെ പഠിച്ചെടുത്തു. അവരൊക്കെ ഇത് പഠിച്ചെടുത്തു ഈ ഭാഷയിലൂടെ. ഇപ്പോൾ മൗലാനയൊക്കെ എത്ര മനോഹരമായ തരത്തിലാണ് ഇംഗ്ലീഷ് എഴുതുന്നത്. അപ്പോൾ ആ തരത്തിൽ അവർ ഇംഗ്ലീഷ് പഠിച്ചെടുത്തു. ഇന്ത്യയെ ഒരൊറ്റ ഇന്ത്യയായി കാണാനുള്ള മനസ്സുണ്ടാക്കി കൊടുത്തത് ഭാഷയാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇപ്പോഴും നിങ്ങൾ പറഞ്ഞില്ലേ, അവിടുത്തെ ഈ ആസാമിലെയും മറ്റുമൊക്കെ ആൾക്കാരെ ഈ രജിസ്റ്ററിൽ നിന്ന് പുറന്തള്ളാൻ അകത്താക്കാനും ശ്രമിക്കുന്നു, ലക്ഷദ്വീപിൽ അകത്താക്കാനും പുറത്താക്കാനും ശ്രമിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം. ഇങ്ങനെ പലതായിട്ട് ചിന്നിച്ചിതറി പല രാജ്യങ്ങളായി, പല മതങ്ങളായി, പല വംശങ്ങളായി വിഭജിച്ച് കിടന്ന ഒരു ഇന്ത്യയെ ഒരൊറ്റ ഇന്ത്യയായി കൊണ്ടുവരുന്നതിൽ പ്രധാനമായ പങ്ക് വഹിച്ച ഒന്ന്, അതിൻ്റെ പേര് ലാംഗ്വേജ് അല്ലെങ്കിൽ ഭാഷ എന്നാണ്. അത് നമ്മുടെ ഭാഷ പോലും ആയിരുന്നില്ല, നമ്മൾ അക്വയർ ചെയ്തൊരു ഭാഷയാണ്.
അവൻ്റെ അധികാരത്തിൻ്റെ ഭാഷ അത് നമ്മൾ പിടിച്ചെടുത്ത് അവൻ്റെ അധികാരത്തിനെതിരെ പ്രയോഗിക്കുന്നതിനുള്ള ആയുധമാക്കി മാറ്റി, സ്വാതന്ത്ര്യത്തിൻ്റെ ആയുധമാക്കി മാറ്റി, ലോക സ്വാതന്ത്ര്യത്തിൻ്റെ അടയാളമാക്കി മാറ്റി. അങ്ങനെയാണ് ഒരു ഇന്ത്യ ഉണ്ടായത്. ആ ഇന്ത്യയിൽ നിന്നുകൊണ്ടാണ് ഒരു ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ പറയുന്നത്, ഭാഷ പഠിക്കുന്നവൻ ക്യാമ്പസിന് പുറത്ത്. ഇവിടെ അങ്ങനെ ഒരു രേഖ അവതരിപ്പിച്ചിട്ട് അത് കണ്ടവരുണ്ടോ? ചർച്ച ചെയ്തവരുണ്ടോ? ചർച്ചയ്ക്ക് വെച്ചവരുണ്ടോ? ക്യാമ്പസിന് പുറത്തും അത് നീ ഫിലോസഫർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യൻ ട്രഡീഷൻ്റെ ഫിലോസഫിയെക്കുറിച്ച് സംസാരിക്കുമ്പോഴത്തേക്ക് ലോകത്തുണ്ടായിട്ടുള്ള ഏറ്റവും അതിതീക്ഷ്ണമായ നിരീശ്വരവാദപരമായ തത്വചിന്താ പദ്ധതി ഇന്ത്യൻ പാരമ്പര്യത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. ഇത്ര യുക്തിസഹമായി ചിന്തിക്കുന്ന മറ്റൊരു പാരമ്പര്യം പാശ്ചാത്യർക്ക് പോലുമില്ല. ആ തരത്തിൽ വളരെ ഗൗരവമുള്ള, പിന്നെ നമ്മുടെ പൗരാണിക കൃതികളെപ്പറ്റി സംസാരിക്കുമ്പോഴായാലും എന്തിനെപ്പറ്റി സംസാരിക്കുമ്പോഴായാലും അതൊക്കെ പടിക്ക് പുറത്ത് നമ്മൾ ഒരു നോളജ് എക്കോണമി കൊണ്ടുവരികയാണ് എന്ന് പറയുകയും, ആ നോളജ് എക്കോണമി കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിൽ ഇതൊക്കെ പടിക്ക് പുറത്താകണമെന്നും അതിനുശേഷം ഈ വരുന്ന സമർത്ഥന്മാരെന്ന് തോന്നിക്കുന്ന ഈ ബുദ്ധിമാന്മാരായിട്ടുള്ള നമ്പിനാരായണൻ സ്റ്റൈലിലുള്ള ആൾക്കാരെ ഈ വലിയ വലിയ ബിസിനസ്സുകാർ കടമെടുത്ത് കൊണ്ടുപോവുകയും ചെയ്ത് അവർ പിന്നെ സംരക്ഷിച്ച് പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് കോവിദാനന്തര കാലത്ത് വരാൻ പോകുന്നത് എന്നൊരു രേഖ ഇവിടെ മലയാളത്തിൽ അല്ലെങ്കിൽ പോലും ഇംഗ്ലീഷിൽ അതിവിടെ ഇറക്കിയിട്ടുണ്ട്. മലയാളത്തിൽ എൻ്റെ പരിഭാഷ വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു സങ്കല്പം. ഇങ്ങനെ ഒരു രേഖ ഉണ്ടായിട്ട് അതിനെപ്പറ്റി ഒരു ചർച്ച ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ഒരു പുതിയ മന്ത്രിസഭ ചാർജ് എടുക്കുമ്പോൾ ഇങ്ങനെ ഇവിടുത്തെ മന്ത്രിസഭ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ എന്ന് പറയുന്ന ഒരു സംഭവം അതെങ്ങനെ മനുഷ്യനെ പല തട്ടുകളിലായി വേർതിരിക്കാം. പറഞ്ഞില്ലേ, ഓരോ ഈ വിഷയവും ഓരോ ചാതുർവർണ്ണ്യത്തിൻ്റെ കൂടാക്കി മാറ്റാം എന്നുള്ളതിനെപ്പറ്റി ആലോചിക്കുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതി ഇവിടെ ആവിഷ്കരിച്ചപ്പോൾ അത് നമ്മുടെ വിദ്യാഭ്യാസ നയവുമായിട്ട് പൊരുത്തപ്പെടുന്നതാണോ എന്നൊരു ചർച്ച ഇവിടെ ഉയർന്നു വന്നിട്ടുണ്ടോ, അത് ഗവൺമെൻറ്റിൻ്റെ ഈ നയപ്രഖ്യാപനത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഇത് പറയുന്നത് ശൈവൻകുട്ടി പറഞ്ഞാലും അത് മറ്റേ ഗീത ടീച്ചർ, നമ്മുടെ CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ ആയിട്ടുള്ള ബിന്ദു ടീച്ചർ പറഞ്ഞാലും KT ജലീൽ പറഞ്ഞാലും ആര് പറഞ്ഞാലും അതിൻ്റെ ആധികാരികതയുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഗവൺമെൻറ്റിൻ്റെ നയമാണ്. അതിനെപ്പറ്റി ചിന്തിക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾ എന്തിനെപ്പറ്റിയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളെന്താ ഗവർണറുടെ നയപ്രഖ്യാപനം ഉണ്ടാകുമ്പോഴത്തേക്ക് ഒരു മന്ത്രിസഭ കൂട്ടായിട്ട് ചിന്തിക്കുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ നയത്തെപ്പറ്റിയാണെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ പുറത്തിറക്കിയ രേഖ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ നയത്തെപ്പറ്റി ചിന്തിക്കുന്നത്? നിങ്ങളുടെ എന്തോന്ന് നയപ്രഖ്യാപനമാണിത്? വലിച്ചു തോട്ടിലെറിയേണ്ട നയപ്രഖ്യാപനമാണിത്. അതായത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വന്ന് ആദ്യത്തെ പടിയെന്ന് പറയുന്നത് 2 കാര്യങ്ങളിലാണ് ഫോക്കസ് ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞു, എക്കോണമിയുടെ കാര്യവും ആരോഗ്യത്തിൻ്റെ കാര്യവും. അന്ന് ആരോഗ്യം ഒരു പ്രശ്നമല്ലായിരുന്നു, എക്കോണമി അന്ന് ഒരു പ്രശ്നമായിരുന്നു. ആ പ്രശ്നമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ഒരു കാർഷിക ബന്ധമില്ലൂടെ കൊണ്ടുവന്നത്. ജീവിക്കുവാൻ ഇടം വേണ്ടവന് ജീവിക്കുവാൻ ഇടം കൊടുക്കണമെന്ന് പറയുന്ന ഒരു ബില്ല് കൊണ്ടുവരുന്ന ആ ബില്ലിനൊരു പ്രഥമ പരിഗണന കിട്ടിയത്. രണ്ടാമത്തെ പരിഗണന വിദ്യാഭ്യാസത്തിനായിരുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ സ്വരൂപം എങ്ങനെ ആയിരിക്കണം? എന്താണത്? അതായത് ഇറ്റ് ഷുഡ് ബി സ്റ്റേറ്റ് ഓൺഡ്, ഗവൺമെൻറ്റിൻ്റെ സർവാധികാരത്തിലുള്ളതായിരിക്കണം. അതുകൊണ്ട് മാനേജ്മെൻറ്റുകൾക്ക് ഇപ്പോഴുണ്ടായിരിക്കുന്ന അധികാരത്തിൻ്റെ പരിധികൾ വെട്ടിക്കുറയ്ക്കുകയും അവരെ കഴിയുന്നതും അതിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ഇതിൻ്റെ സാമ്പത്തികമായ ഉത്തരവാദിത്വം മുഴുവൻ ഗവൺമെൻറ് ഏറ്റെടുക്കുകയും അങ്ങനെ ഒരു ഏകോപിതമായ സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതി, സ്റ്റേറ്റ് ഓൺഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ്റെ സമഗ്രമായിട്ടുള്ള പദ്ധതി,
അത് വികേന്ദ്രീകരണമല്ല. വിദ്യാഭ്യാസ DPEP-യിൽ വരുന്ന അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്നത് ഇതിൻ്റെ നേരെ വിപരീതമായിരുന്നു. കുറേ വർഷം കഴിഞ്ഞ് DPEP കൊണ്ടുവരുമ്പോൾ ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അതൊരു അലവലാതി എഡ്യൂക്കേഷനാണ്. അത് ജില്ലാതലത്തിൽ വരെ അങ്ങ് പഠിപ്പിച്ചങ്ങ് തീർത്ത് കളയാവുന്ന, മുടിച്ച് കളയാവുന്ന വിദ്യാഭ്യാസമാണ്. അതിന് തെങ്ങ് കയറാനും ഓടാനും ചാടാനും ഒക്കെ പഠിക്കുന്നതിൻ്റെ കൂടെ പ്രാദേശിക ഭാഷയും കൂടെ പഠിച്ചാൽ മതി, ലോക്കൽ ഡയലക്റ്റും കൂടെ പഠിച്ചാൽ മതി. മാനക ഭാഷ പഠിച്ചില്ലെങ്കിലും വേണ്ടിയില്ല, അങ്ങനെ കുറേ എണ്ണം അങ്ങ് പൊയ്ക്കോട്ടെ എന്ന് പറയുന്ന ഒരു നയമാണത്. ആ ഒരു നയമാണ് DPEP. അതിനെയാണ് നിങ്ങൾ അംഗീകരിച്ചത്. അങ്ങനെയാണ് നിങ്ങൾ ജോസഫ് മുണ്ടശ്ശേരിയുടെ കഴുത്തിൽ വിഷം കുത്തിവെച്ചത്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സംസ്കാരത്തിൻ്റെ മസ്തിഷ്കത്തിൽ നിങ്ങൾ വിഷം കുത്തിവെച്ചത് എന്തിനു വേണ്ടിയാണ്? ചെറുതിലെ പഠിച്ചു വരുന്ന കുട്ടികൾ കുറേ എണ്ണം അലവലാതിലുണ്ട്. അവർ ഡിസ്ട്രിക്ട് പ്രൈമറി തലത്തിൽ വന്ന് ജില്ലാ തലത്തിലുള്ള വിദ്യാഭ്യാസമായിട്ട് അവരങ്ങ് ചിഹ്നിച്ചതറി പോട്ടെ, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ബാക്കി വരുന്നവർ പല തലത്തിൽ പോട്ടെ എന്നൊക്കെയുള്ള സങ്കല്പങ്ങളായിരുന്നു, മനോഹരമായ സങ്കല്പങ്ങളായിരുന്നു. ഇതൊക്കെ ഈ രാജ്യത്ത് നടന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ഈ വർഷം ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇനിയും ഈ കച്ചവടം നടത്താൻ പറ്റുമോ എന്നുള്ളതാണ് പ്രശ്നം. അതിനുശേഷം നിങ്ങൾ സമഗ്ര വാണിജ്യവൽക്കരണം നടത്തി. നമുക്കറിയാം, ആലപ്പുഴ തിരുമല ദേവസ്വം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജായിരുന്നു. ആ സ്വകാര്യ മെഡിക്കൽ കോളേജിനെ ഗവൺമെൻറ് ഏറ്റെടുത്തു. പരിയാരത്ത് പിന്നീട് സംഭവിക്കുന്നുണ്ട്. സ്വകാര്യ മെഡിക്കൽ കോളേജിനെ ഗവൺമെൻറ് ഏറ്റെടുത്ത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജാക്കി മാറ്റി. അത്തരത്തിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ഈ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള ഒരുപാട് കോളേജുകളെ ഈ തരത്തിൽ ഗവൺമെൻറ്റിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലുള്ള KSRൻ്റെയും KIRൻ്റെയും നിയന്ത്രണത്തിൽ കൊണ്ടുവരികയും അതിന് നിയമപദ്ധതികൾ ഉണ്ടാക്കുകയും ചെയ്ത ഒരു സംസ്ഥാനമാണ് കേരളം. അതെല്ലാം വലിച്ചു കീറി ദൂരെ എറിഞ്ഞുകൊണ്ട് വെള്ളാപ്പള്ളി നടേശം കൊണ്ടുവാ 40 ലക്ഷം എന്ന് പറയുമ്പോൾ, സുകുമാരൻ നായർ കൊണ്ടുവാ 60 ലക്ഷം എന്ന് പറയുമ്പോൾ, അതിന് അവരുടെ മുമ്പിൽ പണക്കിഴിയുമായി എത്തുന്ന ആൾക്കാരെ സൃഷ്ടിച്ചു കൊടുക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ഇവിടെ ആരാണ് ഉണ്ടാക്കി വെച്ചത്? ചോദ്യം അവശേഷിക്കുന്നു. ഇത് തിരുത്തപ്പെടണമോ എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നു. ഇപ്പോൾ പറയുന്നുണ്ടല്ലോ PSC ക്ക് വിടാമെന്ന് പറഞ്ഞത് വിദ്യാഭ്യാസ ബില്ലിൽ 11-ാം വകുപ്പിൽ തന്നെ പറഞ്ഞിരുന്ന കാര്യമാണ്. അപ്പോയിൻമെൻറ്റുകൾ PSC ക്ക് വിടണമെന്നുള്ളത്. ഇപ്പോൾ അതൊരു പുതുമയുള്ള കാര്യമായിട്ട് പറഞ്ഞിട്ട് അതുമല്ല. യൂണിവേഴ്സിറ്റി നിയമനങ്ങളുടെ അവസ്ഥ എന്താണ്? MP രാജേഷിനോട് ചോദിച്ചാൽ അറിയാം. പിന്നെ വേറെ ഒരു ഷംസീർ എന്ന് പറഞ്ഞ ഒരു പാവ MLA ഉണ്ട്. അയാൾ എത്ര ശ്രമിച്ചിട്ടും നടന്നില്ല. അങ്ങനെ അവിടെയൊക്കെ നടക്കുന്ന അപ്പോയിൻമെൻറ്റുകളുടെ ഗതിയും പണ്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ നടന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റൻസ് ടെസ്റ്റിൻ്റെ കഥയൊക്കെ നമുക്കറിയാം. അപ്പോൾ നിങ്ങൾ നടത്തിക്കഴിഞ്ഞ, അതായത് ഒരു 1980-കൾക്ക് ശേഷം അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ്റെ വരവോടുകൂടി നിങ്ങൾ കേരളത്തിൽ നടത്തിക്കഴിഞ്ഞ സമ്പൂർണ്ണ വിദ്യാഭ്യാസ വാണിജ്യവൽക്കരണം എന്ന് പറയുന്ന പ്രക്രിയയിൽ നിന്ന് നിങ്ങൾ തിരിച്ചു പോകാൻ തയ്യാറാണോ? വിദ്യാഭ്യാസത്തെ വീണ്ടെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്നുള്ളതാണ് നിങ്ങളുടെ നയപരമായ ഈ ഒരു പ്രശ്നമെന്ന് പറയുന്നത്. ഗവൺമെൻറ്റിൻ്റെ നയപരമായ പ്രശ്നം. അതിന് മറുപടി പറയാതെ നമ്മൾ ലേണിംഗ് വരും, നോളജ് എക്കോണമി കൊണ്ടുവരും, മറ്റത് കൊണ്ടുവരും, മറിച്ചത് കൊണ്ടുവരും എന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിവിടെ മലയാളികളെന്ന നിലയിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള വിദ്യാഭ്യാസ പദ്ധതി ആവിഷ്കരിച്ചവരാണ്. ആ തരത്തിലൊരു ചരിത്രമുള്ളവരാണ്. ആ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ പാരമ്പര്യത്തെ തിരിച്ചു കൊണ്ടുവരുവാൻ വിദ്യാഭ്യാസ നയരൂപീകരണം ഉണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. മൊട്ടയാണ് ഇവിടുത്തെ ഈ നിങ്ങൾ അവതരിപ്പിച്ച ഈ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലുള്ളത്. എന്തുണ്ട് നിങ്ങൾക്ക് പറയാനായിട്ട് വിദ്യാഭ്യാസ വാണിജ്യവൽക്കരണത്തെപ്പറ്റി, വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്ന അഴിമതിയെപ്പറ്റി, വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായിരിക്കുന്ന തകർച്ചയെപ്പറ്റി, വിദ്യാഭ്യാസത്തെ വീണ്ടും വിദ്യാഭ്യാസമായിട്ട് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് എങ്ങനെ കഴിയുമെന്നുള്ളതിനെക്കുറിച്ചുള്ള ആലോചന നമുക്കുണ്ടോ?
പലതരം ബ്രീഡിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ ഇടയിൽ കടന്നു വന്നിട്ടില്ലേ? നമുക്ക് പൊതുവിദ്യാലയങ്ങൾ മാത്രമായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. ഞാനൊക്കെ പഠിച്ച കാലത്ത് നമുക്ക് പൊതുവിദ്യാലയങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു ഗുണം മാത്രമാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഞാനൊരു മനുഷ്യനായിട്ട് ജീവിക്കുന്നു. എനിക്ക് മനുഷ്യൻ്റെ എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ അത് ആ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഗുണമാണ്. പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഗുണമാണ്. പക്ഷേ എനിക്ക് പിന്നീട് വരുന്ന തലമുറയ്ക്ക് ആ ഒരു ആനുകൂല്യം നൽകാൻ നമ്മൾ തയ്യാറായില്ല. അവർ കൊട്ടിയടയ്ക്കപ്പെടുകയാണ്. പല വാതിലുകളിലൂടെയും കൊട്ടിയടയ്ക്കപ്പെടുകയും പല തരത്തിലും അവർ ഒറ്റപ്പെടുകയും ചെയ്യുകയാണ്. ആ തരത്തിൽ അവർ വളർത്തപ്പെടുകയും ആ തരത്തിൽ അവർ പരിശീലിപ്പിക്കപ്പെടുകയും അവർ മറ്റൊന്നായി തീരുകയും ചെയ്യുകയാണ്. അപ്പോൾ അതിനെ ഒന്ന് സ്ട്രീം ലൈൻ ചെയ്യാൻ വേണ്ടി, അതായത് വിദ്യാഭ്യാസത്തിൻ്റെ ചിലവ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് പോലെ അത്ര വലിയ ചിലവൊന്നും ഇല്ല. കാരണം എന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ ഞാൻ കൃത്യമായിട്ട് പറയാം, ഇവിടെ ഇവരുടെ ഈ ടീച്ചേഴ്സിൻ്റെ ട്രെയിനിങ് സെൻ്റർ എന്നും പറഞ്ഞ് ഓരോ ഈ താലൂക്കുകളിൽ ഓരോ ട്രെയിനിങ് സെൻറ്റേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ടീച്ചേഴ്സിൻ്റെ എന്താ എൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതുപോലെ ഓരോ സെൻറ്റേഴ്സ് അത് തുടങ്ങി ആ ഒരു സ്ഥാപനത്തിൻ്റെ യാതൊരു ആവശ്യവുമില്ല. അങ്ങനെ ഒരു സ്ഥാപനം ഇല്ലെങ്കിലും ടീച്ചേഴ്സ് സ്കൂളുകളിൽ പോവും, നന്നായിട്ട് പഠിപ്പിക്കും. ഇപ്പോൾ പഠിപ്പിക്കുന്നതിനേക്കാളും നന്നായിട്ട് പഠിപ്പിക്കും. അതുകൊണ്ട് എന്തോ DET എന്തോ ഒരു സ്ഥാപനം, അത് സ്കൂൾ തലത്തിലുള്ള ഈ തരത്തിൽ ധനദുർവ്യയത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ളൊരു കേന്ദ്രമാണ്. അതുകൊണ്ട് വേറെ യാതൊരു ഓബ്ജക്റ്റീവ്സ് നിറവേറ്റപ്പെടുന്നില്ല. ഓരോ ഒബ്ജക്റ്റീവ്സ് നിറവേറ്റപ്പെടുന്നത്, അതായത് ഈ പറയുന്ന സ്ഥാപനവും കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ് ഈ സ്ഥാപനവും പൊതുവിദ്യാലയങ്ങളും തമ്മിലുള്ള ബന്ധം? പിന്നെ കുറേ SCRT മറ്റേ മറിച്ച് എന്നൊക്കെ പറഞ്ഞ് സിലബസ് ഉണ്ടാക്കാനും സിലബസും ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ടാക്കി അതിൽ നിന്ന് കോടികൾ തട്ടിക്കാനും വേണ്ടി ഈ സംഘടനകൾക്ക് സാധ്യതകൾ ഉണ്ടാക്കി കൊടുക്കുന്ന രണ്ടാമത്തെ ഇന. അവിടെയൊക്കെ സാമ്പത്തിക നിയന്ത്രണത്തിൻ്റേതായ ചാട്ടവാറടി ഉണ്ടായേ പറ്റൂ. ഇതൊക്കെ പൊളിച്ചെറിയപ്പെട്ടിട്ട് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങളുടെ ഒരു പരമ്പര നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കണം എന്നൊരു കാഴ്ചപ്പാടാണ് വേണ്ടത്. പിന്നെ ഹയർ എഡ്യൂക്കേഷൻ രംഗത്തെ പറ്റി ഞാൻ പറയുന്നില്ല. ഹയർ എഡ്യൂക്കേഷൻ രംഗം എന്ന് പറയുന്നത് കൊഴുത്ത ശമ്പളം പറ്റുന്ന ഒരു വിഭാഗം അധ്യാപകരുടെയും, അത് പറഞ്ഞില്ലേ, അത് അധ്യാപകരുടെ കുറ്റം കൊണ്ടല്ല. UGC പരിഷ്കാരങ്ങളോ അതൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങളുടെ ശമ്പളം ഇത്രയാണെന്ന് ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ അത് ഇച്ചിരി വലിയ ശമ്പളമാണെന്ന് എല്ലാവർക്കും അറിയാം. ആ ശമ്പളമാണെന്ന് അറിയുമ്പോഴത്തേക്ക് ആ ശമ്പളം വാങ്ങുന്നതിൽ തകരാറില്ല. പക്ഷേ ആ ശമ്പളത്തിനോടൊപ്പം വരുന്ന കുറേ സെമിനാറുകളും കുറേ ടെസ്റ്റുകളും വേറെ ചില പടയോട്ടങ്ങളുമൊക്കെ ഉണ്ട്. അതിന് ചിലവാക്കുന്ന പണമുണ്ട്. നിങ്ങൾ കണക്കൊന്ന് പരിശോധിക്കുമോ? കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഹയർ എഡ്യൂക്കേഷൻ രംഗത്തുള്ള വിദ്യാർത്ഥികളെ ഈ അമിത ബുദ്ധിമാന്മാരാക്കി തീർക്കാൻ വേണ്ടി ഇവിടെ പല കോളേജുകളിലായിട്ട് നടന്നിട്ടുള്ള അഭ്യാസങ്ങൾക്ക് വേണ്ടി ചിലവാക്കിയിട്ടുള്ള പണത്തിൻ്റെ കണക്കൊന്നെടുക്കാമോ? അതായത് ഞാൻ പഠിക്കുമ്പോഴത്തേക്ക്, ഞാൻ കൊല്ലം SM കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ BA ക്ലാസ്സിൽ പഠിച്ചു, MA ക്ലാസ്സിൽ പഠിച്ചു. MA ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാ ആഴ്ചയും സെമിനാർ ഉണ്ടായിരുന്നു. എല്ലാ ആഴ്ചയും സെമിനാർ. അതിനുശേഷം സെമസ്റ്റർ വന്നതിന് ശേഷമുള്ള സെമിനാറും ഞാൻ കണ്ടു. അതിന് മുമ്പ് നമ്മൾ MAക്ക് പഠിക്കുമ്പോഴുണ്ടായിരുന്ന സെമിനാറും ഞാൻ കണ്ടു. നമ്മുടെ ടീച്ചേഴ്സ് പറയും, ഇന്ന ആൾ ഒരു സബ്ജക്റ്റ് പ്രപ്പോസ് ചെയ്യും, നിങ്ങൾ ആരെങ്കിലും പേപ്പർ അവതരിപ്പിക്കണം. എല്ലാ ടീച്ചേഴ്സും വരും, കുട്ടികളും വരും, കേട്ടിരിക്കും, ഡിസ്കഷൻ നടക്കും, സെമിനാർ ഡിസ്കഷൻ നടക്കും, ലൈബ്രറി ഡിസ്കഷൻ നടക്കും. അതൊക്കെ അന്നും ഉണ്ടായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. അതിന് ശേഷം അതെന്തുമാത്രം യാന്ത്രികമായി തീർന്നു എന്നുള്ളതും, അത് എന്തുമാത്രം ദുരുപയോഗപ്പെട്ടു എന്നുള്ളതും, അത് എങ്ങനെ കറപ്ഷൻ്റെ മറ്റൊരു ചാനലായി മാറി എന്നുള്ളതൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ എഡ്യൂക്കേഷനെ എങ്ങനെ സ്ട്രീം ലൈൻ ചെയ്യണമെന്ന് പറയുമ്പോൾ അത് താഴെത്തട്ടിൽ പ്രൈമറി എഡ്യൂക്കേഷൻ പൊതുവിദ്യാലയങ്ങൾ മുതൽ അങ്ങ്
മേലേ തട്ടിൽ ഈ റിസർച്ച് നടക്കുന്ന, ഞാൻ ഒരു കാര്യം വളരെ സത്യസന്ധമായിട്ട് പറയട്ടെ, ആവശ്യമില്ലാത്ത കുട്ടികളെ കൊണ്ട് ഈ കല്ലെടുപ്പിക്കരുത്, തുമ്പികളെ കൊണ്ട് കല്ലെടുപ്പിക്കരുത്. MA പാസ്സായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജോലി സ്ഥിരപ്പെടുത്തുന്നതിന് അത്യാവശ്യം വേണ്ടത് ഒരു PhD ആണ് എന്ന് പറയുന്ന നിബന്ധന എടുത്ത് കളയേണ്ടതാണ്. നിങ്ങൾ ഒരു MA പാസ്സായി കഴിയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നിങ്ങളൊരു എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സായി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് പഠിപ്പിക്കാനുള്ള യോഗ്യത ഉണ്ടായി കഴിഞ്ഞു. ആ യോഗ്യത പിന്നെ നിങ്ങൾ പരിശീലനത്തിലൂടെ വികസിപ്പിച്ചെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് കുട്ടികൾ പരക്കം പായാണ് ഗൈഡ്സിനെ കിട്ടാൻ വേണ്ടി. ഗൈഡ്സിനാണെങ്കിൽ കുട്ടികളുടെ ഈ എണ്ണം കാരണം എല്ലാവരുടെയും ഈ ഇത് നോക്കാനുള്ള സാവകാശമില്ല. കുട്ടികളെ അവിടെ നിന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ എഴുതിക്കൊണ്ട് കൊടുക്കുക, അത് കഴിഞ്ഞതിന് ശേഷം ഒരു സെൽഫ് ഡിഫെൻസ് വയ്ക്കുക, എന്നിട്ട് ഒരു PhD അവാർഡ് എടുക്കുക. ഇങ്ങനെ എല്ലാവർക്കും PhD അവാർഡ് കൊടുത്തുകൊണ്ട് എന്താ പ്രയോജനം? അതൊക്കെ നമുക്ക് നിർത്താവുന്നതേ ഉള്ളൂ. നിർത്തിയിട്ട് അത്യാവശ്യം വേണ്ട നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റോ വേറെ എന്തെങ്കിലും ടെസ്റ്റോ കൊടുത്തിട്ട് കുട്ടികളുടെ അവർ പഠിച്ചുകൊണ്ട് വന്ന് പരീക്ഷ എഴുതി അവർക്കതിന് കഴിവുണ്ടെങ്കിൽ അവർ വന്ന് ജയിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഇതൊക്കെ നാഷണൽ വേസ്റ്റാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ റിസർച്ച് എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ഈ കാണുന്നത് പോലെ ഈ ഈ ഈ പറഞ്ഞതുപോലെ ഈ പന്നിമലത്ത് പോലെയും മറ്റേ ആനമയിരുട്ടകം പോലെയുമുള്ള കളിയല്ല. അത് പിണറായി വിജയൻ പറഞ്ഞില്ലേ, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് RT-PCR CT-PCR എന്നും പറഞ്ഞ് ഒരു ചാർട്ട് കൊണ്ട് എന്നിട്ട് വൈ രാജാ വൈ എന്ന് പറഞ്ഞിട്ട് ഇത്രയും സ്കൂളിൽ നിന്ന് കുടുക്ക ഒട്ടിച്ച് ഇത്രയും രൂപ എന്ന് പറഞ്ഞ് വെക്കുന്ന ഒരു കളിയുണ്ടല്ലോ വൈകുന്നേരം അദ്ദേഹം കളിക്കുന്ന കളി. ആ കളി പോലെയുള്ളൊരു കളിയല്ല PhD എന്ന് പറയുന്നത്. PhD എന്ന് പറയുന്നത് നിങ്ങൾ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് പ്രത്യേകം താല്പര്യം ഉണ്ടായി വരുമ്പോഴത്തേക്ക് അതിനെപ്പറ്റി ഒന്ന് സ്വന്തം നിലയിൽ അതിനെപ്പറ്റി പഠിച്ചിട്ട് സ്വന്തം നിലയിൽ അതിനെപ്പറ്റി അഭിപ്രായങ്ങൾ രൂപപ്പെടുത്തി ഒരു തീസിസിൻ്റെ രൂപത്തിലാക്കാൻ വേണ്ടി ആരുടെയെങ്കിലും സഹായം വേണമെന്ന് തോന്നുന്നവർക്ക്, അങ്ങനെ ആപ്റ്റിറ്റ്യൂഡ് ഉള്ളവർക്ക് വേണ്ടി മാത്രം അവരെ സ്വയം കണ്ടെത്തി ചെയ്യേണ്ടുന്ന ഒരു കൃത്യമാണ്. അല്ലാതെ ഒരു നിർബന്ധിതമായിട്ടുള്ള ഒരു പാഠ്യപരിപാടിയാക്കി മാറ്റരുത് PhD എന്ന് പറയുന്നത്. PhD ഒരിക്കലും പറഞ്ഞല്ലേ, അങ്ങനെ ഒരു നിർബന്ധിത ഗവേഷണം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നിർബന്ധിത പാഠ്യപരിപാടിയല്ല. അത് റിസർച്ച് എന്ന് പറയുന്നത്, അന്വേഷണം എന്ന് പറയുന്നത്, കണ്ടെത്തൽ എന്ന് പറയുന്നത് വളരെ മൗലികമായിട്ട് ഒരാളിൽ നിന്ന് വരുന്നതും അത് അയാളതൊരു മനസ്സിൽ കമ്മിറ്റ് ചെയ്യുന്നതും ആ കമ്മിറ്റ്മെൻറ്റിലൂടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുമാണ്. അത് വളരെ യാന്ത്രികമായിട്ട് ഈ പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ കുട്ടികളെല്ലാവരും കൂടി ആരെങ്കിലും ഗൈഡാക്കി വെച്ചിട്ട് ഒരു MPhil തട്ടിക്കൂട്ടി പിന്നെ ഒരു PhD തട്ടിക്കൂട്ടി കുട്ടികളങ്ങനെ പീഡിപ്പിക്കരുത്. അവർ പഠിച്ചോളും. ഇത് പഠിപ്പിക്കാനുള്ള യോഗ്യത കിട്ടുമ്പോഴത്തേക്കും അവർ പഠിച്ചോളും. അവർ കോളേജിലോ സ്കൂളിലോ ഒക്കെ കയറി പഠിപ്പിച്ചോളും. അത് അവർ ചെയ്തോളും. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, നമ്മുടെ ഈ പറഞ്ഞ പോലെ ഇന്നലെ ആരോഗ്യത്തെ പറ്റി പറഞ്ഞു, വിദ്യാഭ്യാസത്തെ പറ്റി പറഞ്ഞു. അപ്പോൾ വിദ്യാഭ്യാസത്തെ പറ്റിയല്ല, നമ്മുടെ സമ്പദ്ഘടനയെ പറ്റി പറഞ്ഞു. അതിനേക്കാളേറെ ഞാൻ പറയില്ല, ആദ്യത്തെ മന്ത്രിസഭ വരുമ്പോൾ ഏറ്റവും പ്രാധാന്യം കൊടുത്ത വിദ്യാഭ്യാസ ബില്ലിനാണ്. വിദ്യാഭ്യാസം പരമപ്രധാനമാണ്. അന്നത്തെ ഗവൺമെൻറ് എടുത്ത നിലപാട് നമ്മൾ ഓർക്കണം. അവസാനം ജവഹർലാൽ നെഹ്റു പറഞ്ഞു, നിങ്ങൾ വിദ്യാഭ്യാസ ബില്ലിലെ 11-ാം വകുപ്പ് പിൻവലിച്ചാൽ മതി, ഞാൻ നിങ്ങളോടൊപ്പമാണെന്ന് വരെ പറഞ്ഞു. ഞാൻ നിങ്ങളോടൊപ്പമാണ് എന്ന് വരെ ജവഹർലാൽ നെഹ്റു പറഞ്ഞു. നിങ്ങൾ വിദ്യാഭ്യാസ ബില്ലിലെ 11-ാം വകുപ്പൊന്ന് പിൻവലിച്ചാൽ ഇവരൊക്കെ നിന്ന് അടങ്ങും. എന്തായിരുന്നു വിദ്യാഭ്യാസ ബില്ല് 11-ാം വകുപ്പ്? നിയമനങ്ങൾ PSCക്ക് വിടണം എന്നുള്ളതാണ്. ഞങ്ങൾ വഴങ്ങാൻ തയ്യാറല്ല എന്ന് പറഞ്ഞൊരു ഗവൺമെൻറ്റാണെന്ന് ഉണ്ടായിരുന്നത്. നമ്മൾ ആലോചിക്കണം. അവിടെ നിന്ന് തുടങ്ങുന്ന ഒരു സാംസ്കാരിക സമരമാണ്. അതൊരു സാംസ്കാരിക നവോത്ഥാനമാണ്. ഒരു സാംസ്കാരിക നവോത്ഥാനം. ഇവിടുത്തെ നിങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, ഇവിടുത്തെ ഈ നവോത്ഥാനം എന്ന് പറഞ്ഞാൽ പള്ളിയും പട്ടക്കാരനും എല്ലാം കൂടെ കൊണ്ടുവന്നതാണെന്ന്. അല്ല, ഒരിക്കലും ക്രിസ്ത്യൻ മിഷണറിമാരുടേതേ അല്ല നവോത്ഥാനം. അർണോസ് പാതിരിക്ക് ഇപ്പോൾ ബൈബിൾ പഠിപ്പിക്കണമെന്ന് തോന്നിയപ്പോഴത്തേക്കും ബൈബിൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അദ്ദേഹം പഠിപ്പിച്ചു. അതുകൊണ്ട് ഭാഷയ്ക്ക് അഭിവൃദ്ധി ഉണ്ടായി. ശരി, അദ്ദേഹം ചെയ്ത സേവനം മഹത്തരം തന്നെയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. മറ്റേ ഈ പറഞ്ഞ ആദ്യത്തെ ഈ സ്ലെയർ എന്ന് പറഞ്ഞ ആ നോവൽ എഴുതിയ മതാമയ്ക്കും എന്താണ്, അവർക്കും
അവരുടെ മതപ്രചരണം നടത്തുന്നതിന് ആവശ്യമായിട്ടൊരു പുസ്തകം എഴുതണമെന്ന് തോന്നിയപ്പോൾ അവരും അത് എഴുതി. അത് ഇംഗ്ലീഷിലായിരുന്നു, പിന്നെ മലയാളത്തിലാക്കി. അങ്ങനെ പല സംഭവങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും കേരളത്തിൻ്റെ നവോത്ഥാനവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കേരളത്തിൻ്റെ നവോത്ഥാനം എന്ന് പറയുന്നത് മതാധിപത്യത്തിനെതിരായിരുന്നു. അതിൻ്റെ യഥാർത്ഥ സ്പിരിറ്റ് എന്ന് പറയുന്നത് മതാധിപത്യത്തിനെതിരായിരുന്നു. അതുകൊണ്ട് മതവിപരീതമായ ഒരു മാനവികതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു. അതുകൊണ്ട് പള്ളിയും പട്ടക്കാരനുമൊക്കെ ഒരിക്കലും അതിൻ്റെ ഭാഗമായിരുന്നില്ല. അതുകൊണ്ടാണ് വിമോചന സമരകാലത്ത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെതിരെ ഏറ്റവും മുമ്പിൽ പാതിരിമാരും ലോഹയിട്ട പാതിരിമാരും കന്യാസ്ത്രീമാരും തെരുവിലേക്ക് ഇറങ്ങി കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെതിരെ യുദ്ധം ചെയ്തത്. എന്തുകൊണ്ടാണ്? അവർ ആൻറ്റി റിനൈസൻസ് ആയിരുന്നു, നവോത്ഥാന വിരുദ്ധമായിരുന്നു പള്ളി. ക്രിസ്ത്യൻ പള്ളി നവോത്ഥാന വിരുദ്ധമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചു. ഇംഗ്ലീഷ് നമ്മുടേതല്ലായിരുന്നു, അവരുടേതായിരുന്നു. നമ്മളെ ഭരിക്കാൻ വേണ്ടി അവർ കൊണ്ടുവന്ന ഉപകരണമായിരുന്നു. പക്ഷേ അത് നമ്മൾ കയ്യിലെടുത്ത് അത് അവർക്കെതിരെ തന്നെ പ്രയോഗിച്ചു. അത് നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പോരാട്ടമാക്കി മാറ്റി, നമ്മുടെ സ്വാതന്ത്ര്യമാക്കി മാറ്റി. അതാണ് നമ്മുടെ ചരിത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇംഗ്ലീഷായിരുന്നു നമുക്ക് നവോത്ഥാനം കൊണ്ടുവന്നതെന്ന് ആരും പറയണ്ട. വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ലാത്തവന് വഴി നടക്കാൻ സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന് പറഞ്ഞത് ഇംഗ്ലീഷല്ല. ഒരു ഇംഗ്ലീഷുകാരനും ഇവിടെ ഒന്നും പറഞ്ഞില്ല. അത് ഇവിടെ കേരളത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടക്കുന്ന ഒരു സമരമാണ്. ആ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇവിടുത്തെ ഈ പറഞ്ഞ തദ്ദേശീയ രാജകുടുംബങ്ങളും ഇവിടുത്തെ ബ്രിട്ടീഷ് റെസിഡൻസും തമ്മിൽ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോഴത്തേക്ക് അവർക്ക് അപ്പർ ഹാൻഡ് കിട്ടാനും വേണ്ടി ഇവിടെ നടക്കുന്ന തദ്ദേശീയ സമരങ്ങളെ അവർ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരൊക്കെ നവോത്ഥാനവാദികളായിരുന്നില്ല. അവിടെ ഇല്ലാത്ത നവോത്ഥാനമാണ് ഇവിടെ ഉണ്ടാകുന്നത്. അവിടെ പറഞ്ഞില്ലേ, ബ്രിട്ടനിലും അമേരിക്കയിലും ഈ കറുത്ത വർഗ്ഗക്കാരെ അടിമകളെപ്പോലെ കെട്ടി ഇഴച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇവിടെ വരുമ്പോൾ എന്താ അങ്ങ് ഒരു നവോത്ഥാനം ഉണ്ടായത്? അങ്ങനെ പ്രത്യേകിച്ച് ഒരു നവോത്ഥാനം ഇവിടെ ആർക്കും ഉണ്ടായില്ല. നവോത്ഥാനം പൂർണ്ണമായും കേരളത്തിൻ്റെതാണ്, കേരളത്തിൻ്റെ മണ്ണിൻ്റെതാണ്. നവോത്ഥാനം കേരളത്തിൻ്റെ ചോരയാണ്. അതിൽ ഒരു സായിപ്പിന് യാതൊരു അവകാശവും ഇല്ല. സായിപ്പന്മാർ വന്നിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, പല നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഗുണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവരുടെ ഭാഷയുടെ ഗുണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവരുടെ സമ്പർക്കത്തിൻ്റെ ഗുണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ലോകത്തെക്കുറിച്ചുള്ള അവർ വർദ്ധിക്കുന്നതിൽ അവർ സഹായിച്ചിട്ടുണ്ട്. അത്രയൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ അതൊന്നും അല്ല ഇവിടുത്തെ നവോത്ഥാനം എന്ന് പറയും. ഇവിടുത്തെ നവോത്ഥാനം എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് കൊളോണിയലിസത്തിനെതിരെ നടന്ന സമരമാണ്. ആ സമരത്തെയാണ് നമ്മൾ വിദ്യാഭ്യാസം എന്ന് വിളിച്ചത്. 1957 നമ്മൾ വിദ്യാഭ്യാസം എന്ന് വിളിച്ചത് ആ നവോത്ഥാന സമരത്തെയാണ്. പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ ഒരു അയ്യങ്കാളി സ്കൂൾ മുറ്റത്തേക്ക് ചെന്നിട്ട് സ്കൂളിൻ്റെ വാതിലുകൾ ചവിട്ടി തുറന്നുകൊണ്ട് നീ അനുവദിച്ചാലും ഇല്ലെങ്കിലും ഞാനിവിടെ ഇരുന്ന് പഠിക്കുമെന്ന് പറഞ്ഞ ഒരു അയ്യങ്കാളിയുടെയും അംബേദ്കറിൻ്റെയും ഒക്കെ ഒരു ചരിത്രമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. ആ നവോത്ഥാനത്തിൻ്റെ കഴുത്തറുത്ത് വെള്ളാപ്പള്ളി നടേശൻ്റെ മുമ്പ് കാഴ്ചവെച്ച ഒരു പിണറായി വിജയൻ നമ്മുടെ മുന്നിലുണ്ട്. ഓർമ്മ ഉണ്ടാവുമല്ലോ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ. ശബരിമല പ്രശ്നമുണ്ടായി. കേരളത്തിലെ സ്ത്രീ സമൂഹം ആകെ ആവേശപൂർവ്വം രംഗത്ത് വന്നു. ജനങ്ങളുടെ സമ്പൂർണമായ പിന്തുണ ഗവൺമെൻറ്റിനുണ്ടായി. അതിനെതിരെയാണ് കുറേ പ്രഹസനങ്ങൾ. അത് ഇതേ സുകുമാരൻ നായരുടെ, അതായത് ഈ ഇലക്ഷനിൽ കുമ്മനം രാജശേഖരനോടൊപ്പം നിന്ന് ഒരു ഫേക്ക് എൻകൗണ്ടർ, പിണറായി വിജയനുമായിട്ടൊരു ഫേക്ക് എൻകൗണ്ടർ ഉണ്ടാക്കിയിട്ട് വോട്ട് മറിച്ച് CPM കൊടുത്ത സുകുമാരൻ നായർ. ആ സുകുമാരൻ നായരുടെ മൈക്രോ ഫൈനാൻസ് ഓർഗനൈസേഷൻ രംഗത്തിറക്കിക്കൊണ്ട് ഒരു സമരം അന്ന് ഗവൺമെൻറ്റിനെതിരെ ഉണ്ടായി. ആ സമരത്തെ പ്രായോഗികമായിട്ട് നേരിട്ട് അത് ശരിയല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതായിരിക്കും പ്രയോഗത്തിൻ്റെ വഴി. എക്സ്പീഡിയൻസി, ഭരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു എക്സ്പീഡിയൻസിയുടെ പ്രശ്നം എന്ന നിലയിൽ അതൊക്കെ അംഗീകരിക്കാം. പക്ഷേ അതല്ല പ്രശ്നം. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു പൊതുവേദിയിൽ ഇതിന് നേതൃത്വം കൊടുത്ത പുന്നല ശ്രീകുമാറിനെ താഴെ തിറക്കിയിട്ട്
അതിൻ്റെ മുകളിൽ വെള്ളാപ്പള്ളി നടേശനെയും ഭാര്യയും കയറ്റി ഇരുത്തിയിട്ട് അവിടെ സ്ത്രീകൾക്ക് പ്രവേശനം കൊടുത്തത് തെറ്റായിപ്പോയി എന്ന് പ്രസംഗിച്ചപ്പോൾ അതിന് കൈകൂപ്പി നിന്ന ഒരു പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി നമുക്കുണ്ട്. ഈ മുഖ്യമന്ത്രി കേരളത്തിൻ്റെ ചരിത്രത്തിന് അവമാനമാണ്. ഇത് സി കേശവൻ്റെ നാടാണ്. അത് നമ്മൾ ആലോചിക്കണം. ഒരു അമ്പലം കത്തി നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം കുറയുമെന്ന് പറഞ്ഞ കാണ്ടസുകാരനായ സി കേശവൻ്റെ നാടാണിത്. ആ നാട്ടിലാണ് അവിടുത്തെ കണിച്ചുകുളങ്ങര ഭഗവതിക്ക് 5 കോടി നിധിക്കാൻ വേണ്ടി തോമസ് ഐസക്കും പിണറായി വിജയനും കൂടി പോയത്. നമ്മൾ മനസ്സിലാക്കണം. അതാണ് നവോത്ഥാനം. അതാണ് നവോത്ഥാനത്തിൻ്റെ ചരിത്രം. പറഞ്ഞുകൊണ്ടുവരികയാണ്, ജീവിതത്തെപ്പറ്റി പറഞ്ഞുകൊണ്ടുവരികയാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മലയാളിയുടെ ജീവിതമാണ് എന്നുള്ളത് കൊണ്ട്, ചരിത്രമാണ് എന്നുള്ളത് കൊണ്ട് പറയുകയാണ്. നിങ്ങൾ ഈ ചെയ്തു വെച്ച പാതകങ്ങൾ അവസാനിക്കുന്നില്ല. ഒടുവിൽ വീണ്ടും അധികാരത്തിൽ വരുന്നിട്ട് എന്തിനെപ്പറ്റിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്നതിനെപ്പറ്റി മന്ത്രിസഭ കൂലംകുഷ കുതൂഹലം കുടയുമെടുത്ത് ആലോചിച്ചതിന് ശേഷം വിദ്യാഭ്യാസത്തെപ്പറ്റി ആകെ പറയാനുള്ളത് പുത്തൻ ഉടുപ്പും പുത്തൻ ഗൗണും കൊടുക്കും, നമ്മൾ വെർച്വൽ ക്ലാസ്സസ് നടത്തും, ഇത്രയും ക്ലാസ് വരെ നടത്തും, അതുവരെയും ലോക്ക്ഡൗൺ ആയിരിക്കും എന്നൊക്കെ അല്ലാതെ വേറൊന്നും പറയാനില്ലാതെ പോയ ഒരു ഗവൺമെൻറ്റിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എന്തിനാണ് ഇങ്ങനെ ഒരു ഗവൺമെൻറ്? എന്തിനാണ് ഇങ്ങനെ ഒരു പിണറായി വിജയൻ എന്ന് പിണറായി വിജയൻ തന്നെ ആലോചിക്കണം. എന്താണ് പിണറായി വിജയനെ കൊണ്ട് ലോകത്തിനുള്ള പ്രയോജനം? കാലത്ത് പിറകോട്ട് വലിക്കുന്ന ഏറ്റവും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ജീർണമായ ഒരു സ്ഥിതിവിശേഷത്തിൻ്റെ ആചാര്യസ്ഥാനത്ത് നിൽക്കുന്ന പിണറായി വിജയനോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ അവതാര ലക്ഷ്യം? അത് കണ്ടു കഴിഞ്ഞു. ഞാൻ കിറ്റ് കൊടുക്കും, വിശപ്പുള്ളവർക്ക് ഞാൻ ചോറ് വേവിച്ച് കൊടുക്കും, എല്ലായിടത്തും കിച്ചനുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് ആ തരത്തിൽ ചില അതിപ്പോൾ അതിനേക്കാളും കൂടുതൽ ഇപ്പോൾ മോഡി അതിനേക്കാളും വലിയ എന്തൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അതായത് രാജീവ് ഗാന്ധി എല്ലാവരുടെയും വീട്ടിൽ 6000 രൂപ മണി ഓർഡർ അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നത് അതൊക്കെ ഈ പൊളിറ്റിക്കൽ ഗിമ്മിക്കുകളാണ്. പക്ഷേ കേരളത്തിനൊരു ഹൃദയമുണ്ട്. അത് വിദ്യാഭ്യാസത്തിൻ്റെ ഹൃദയമാണ്, നവോത്ഥാനത്തിൻ്റെ ഹൃദയമാണ്. അതിൽ ചവിട്ടി നിന്നുകൊണ്ട് ഒരു സുകുമാരൻ നായർക്കും വെള്ളാപ്പള്ളി നടേശനും അടിമപ്പണി ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി എന്തിന് നമ്മുടെ ചരിത്രത്തിന് എന്ന് ഇനിയെങ്കിലും ആലോചിക്കണം. മനുഷ്യൻ സ്വയം ലജ്ജിക്കാൻ പഠിക്കുന്ന ഒരു പ്രതിഭാസം കൂടിയാണെങ്കിൽ, ലജ്ജ എന്തെന്ന് തിരിച്ചറിയാവുന്ന ഒരു പ്രതിഭാസം കൂടിയാണെങ്കിൽ, ചെയ്ത പാതകങ്ങളുടെ ആഴം മനസ്സിലാക്കിക്കൊണ്ട് ചെയ്തതൊക്കെയും മനുഷ്യന് പൊറുക്കാനാവാത്ത അപരാധങ്ങളായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ മേനി വളർത്താനും എൻ്റെ അധികാരം വളർത്താനും കാണിക്കുന്ന ചില തക്കിടി വിദ്യകളാണ് ഇതൊക്കെ എന്നും ജനങ്ങളിതൊക്കെ കണ്ട് കൂടെ നിന്നുകൊള്ളുമെന്നും കരുതുന്ന ഒരു ഭരണകർത്താവിനോട് സ്വാഭാവികമായും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ ഈ പണി ഉപേക്ഷിച്ച് വേറെ വല്ല പണിക്കും പോകുന്നതാണ് നല്ലത്. കാരണം ഇത് കേരളത്തിൻ്റെ സംസ്കാരത്തെ അവമാനിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇതുവരെയും ഈ നിമിഷം വരെയും ഗവർണറുടെ നയപ്രഖ്യാപനം വരെയും ഇവിടെ സംഭവിച്ചിരിക്കും. കാരണം നിങ്ങളുടെ വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസത്തെ പറ്റി ഒന്നും മിണ്ടുന്നില്ല. നിങ്ങളുടെ നയപ്രഖ്യാപനത്തിൽ വിദ്യാഭ്യാസം എങ്ങനെ സ്ട്രീം ലൈൻ ചെയ്യണമെന്ന് പറയുന്നില്ല. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് വരാൻ പോകുന്നത് ബാലഗോപാലൻ്റെ ബഡ്ജറ്റാണ്. എന്ത് ബഡ്ജറ്റാണ്? ഒരു ബഡ്ജറ്റാകുമ്പോൾ പണ്ട് മുതലുള്ള കാലം മുതലേ നമ്മൾ കേട്ടിട്ടുള്ളത് ഒരു ബഡ്ജറ്റിന് ഒരു സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. പിന്നെ എക്സ്പെൻഡിച്ചറിൻ്റേതായ ഒരു വകുപ്പുണ്ട്, വരവും ചിലവും.
അതായത് ഒരു വർഷത്തേക്കാണ് സാധാരണ ബഡ്ജറ്റ് ഉണ്ടാക്കുന്നത്. ഇതിനിടയ്ക്ക് അദ്ദേഹം തോമസ് ഐസക്ക് അതിവിദഗ്ധനായതുകൊണ്ട് അദ്ദേഹം സാധാരണ രീതിയിൽ മറ്റുള്ളവർ ബഡ്ജറ്റ് ഉണ്ടാക്കുന്നത് പോലെയല്ല. അദ്ദേഹത്തിന് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ പാർട്ടി സെക്രട്ടേറിയറ്റുമാരുടേതായിട്ടുള്ള ഒരു ഗൃഹം സ്വന്തമായിട്ടുണ്ട്. അതുകൂടാതെ ഒരു ഗവൺമെൻറ്റിൻ്റെ മന്ത്രിമന്ദിരം സ്വന്തമായിട്ടുണ്ട്. അതുകൂടാതെ സെക്രട്ടേറിയറ്റിലൊരു ഓഫീസ് സ്വന്തമായിട്ടുണ്ട്. ഇവിടെ ഒന്നും ഇരുന്നാൽ ബഡ്ജറ്റ് ശരിയാകുകയില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹം കോവളത്ത് മുറിയെടുത്ത് അവിടുത്തെ റിസോർട്ടിലിരുന്നു കൊണ്ട് ഭാവനാലോലനായി ഏകനായിട്ട് അദ്ദേഹം വിരചിച്ച ഒരു ഗാഥയാണ് അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ആ ബഡ്ജറ്റിൽ അതുമല്ല ഏത് ബഡ്ജറ്റുമാകട്ടെ പറഞ്ഞില്ലേ, ഒരു രാജ്യത്തിൻ്റെ ആസ്തിയെപ്പറ്റി ഒരു കണക്കുണ്ടാവണമല്ലോ. ബഡ്ജറ്റിൽ ആസ്തിയെപ്പറ്റി ഒരു കണക്കുണ്ടാകണം. പിന്നെ സോഴ്സ് ഓഫ് ഇൻകം, അതായത് ഒരു റണ്ണിങ് ഇൻകമിനെ പറ്റി ഒരു വർഷത്തെ കണക്കാണ് നിങ്ങൾ അവതരിപ്പിക്കുന്നത്. നിങ്ങൾ 2500 ആണ്ട് വരെ ഒന്നും ജീവിച്ചിരിക്കാൻ പോകുന്നില്ല. അന്ന് നിങ്ങൾ പ്രധാനമന്ത്രിയോ നിങ്ങൾ ധനകാര്യമന്ത്രിയോ ഒന്നും ആയിരിക്കില്ല. നിങ്ങൾ ഈ വർഷത്തെ ബഡ്ജറ്റാണ് അവതരിപ്പിക്കുന്നത്. അടുത്ത മാർച്ച് വരെയുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിക്കുന്നത്. അടുത്ത മാർച്ച് വരെയുള്ള ബഡ്ജറ്റ് നിങ്ങൾ ഏത് മാസമാണ് അവതരിപ്പിച്ചത്? അടുത്ത മാർച്ച് വരെയുള്ള ബഡ്ജറ്റ് നിങ്ങൾ ഏത് മാസമാണ് അവതരിപ്പിച്ചത്? ഇതെന്താണിത്? എന്താണ് ഈ ഇങ്ങനെ ഒരു ബഡ്ജറ്റിൻ്റെ സാങ്കത്യം എന്താണ്? നിങ്ങളൊരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു. മാർച്ച് 31 അവസാനിക്കുന്ന ഈ വർഷം, അതായത് ഇന്നിപ്പോൾ 2021 മാർച്ചിൽ അവസാനിക്കുന്ന ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണ്. ആ ബഡ്ജറ്റ് അവതരിക്കുമ്പോൾ അതിൻ്റെ കൂടെ കൈകൊട്ടിപ്പാട്ടും കുട്ടികളുടെ പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. കഷ്ടത്തിന് നമുക്കന്ന് വൈരമുത്തുവിൻ്റെയോ ഈ NS മാധവൻ്റെയോ സാഹിത്യം കിട്ടിയിട്ടില്ല. വൈരമുത്തുവിൻ്റെ സാഹിത്യത്തിൽ കുഴപ്പമുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ, വേറെ ചില കാര്യങ്ങളിൽ കുഴപ്പമുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ NS മാധവൻ്റെ സാഹിത്യം അസൽ സാഹിത്യമാണ്, കുട്ടിയൊക്കെ പഠിക്കാവുന്ന സാഹിത്യമാണത്. ആ ചെറുകഥകളൊക്കെ കുട്ടിയൊക്കെ പഠിക്കാൻ വയ്ക്കേണ്ടതാണ്. 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലുള്ള കുട്ടിയൊക്കെ പഠിക്കാൻ പറ്റിയ ചെറുകഥകൾ എഴുതിയിട്ടുള്ള ആളാണ് NS മാധവൻ. അപ്പോൾ അതൊന്നും അദ്ദേഹത്തിന് ഉദ്ധരിക്കാൻ പറ്റിയില്ല, ആ കഥകളിൽ ഉദ്ധരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി കുറേ അധികം ബാക്കി കിടപ്പുണ്ട്. പല സ്കൂളുകളിൽ നിന്നും കൊച്ചുകുട്ടികൾ എഴുതിയ എല്ലാം കൂടെ ചേർത്ത് ഈ പറയുന്ന ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ബഡ്ജറ്റ് എന്ന് പറയുന്ന കളിപ്പാട്ടമല്ല. നിങ്ങൾ ഈ കൊച്ചു കുട്ടികളൊക്കെ അവർ കവിത എഴുതുകയോ എഴുതാതിരിക്കുകയോ അല്ലെങ്കിൽ വലിയ മഹാകവികളും മഹാകാര്യങ്ങളൊക്കെ പറയുകയിട്ട് പഴയ ഒരു കൺവെൻഷൻ അനുസരിച്ച് ഈ ബഡ്ജറ്റ് പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മന്ത്രി 4 പ്രാവശ്യം വെള്ളം കുടിച്ചു, 5 പ്രാവശ്യം ഇരിപ്പിടത്തിൽ നിന്ന് എണീറ്റു എന്നൊക്കെയുള്ള റിപ്പോർട്ട് വരും. എന്തൊക്കെയോ ഇദ്ദേഹം ഒരു മഹാകാര്യം ചെയ്യുന്നത്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ഒരു കൂട്ടുത്തരവാദിത്വത്തിൻ്റേതായ പ്രശ്നമാണ്. ഒരു വർഷത്തെ ധനകാര്യ വിനിയോഗത്തെ സംബന്ധിച്ചുള്ള ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ അത് ഒരു കൂട്ടുത്തരവാദിത്വത്തിൻ്റെ പ്രശ്നമാണ്. അല്ലാതെ ഒരു മന്ത്രിയുടെ ഏകാന്തമായ തപസ്സിൻ്റെ സൃഷ്ടിയൊന്നുമല്ലത്. അങ്ങനൊരു സംവിധാനം പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് സംവിധാനത്തിലില്ല. വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, വേറെ ഏതെങ്കിലും രാജ്യത്തങ്ങനെ ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. ഇവിടെ അദ്ദേഹം ഏകാന്ത തപസ്സിൻ്റെ അന്ത്യത്തിൽ കണ്ടെത്തുന്ന ഒരു വലിയ വെളിപാടായിട്ട് ഇതാ പുറത്തു വരികയാണ്. അതിൽ അദ്ദേഹം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒരുപാട് വരികൾ ഉദ്ധരിക്കുന്നുണ്ട്. ഇതിൻ്റെ വരികൾ ഉദ്ധരിക്കാൻ ഇതിൻ്റെ ചമൽക്കാരങ്ങളൊന്നും അല്ല കുഞ്ഞെ പ്രധാനം. എത്ര ലക്ഷം രൂപയുടെ കടമാണ് നിനക്കുള്ളതെന്നുള്ളതാണ് പ്രധാനം. നിൻ്റെ വരുമാനത്തിൻ്റെ സോഴ്സ് എന്താണെന്നുള്ളതാണ് പ്രധാനം. വാട്ട് ഈസ് ദി സോഴ്സ് ഫോർ യുവർ റണ്ണിങ് ഇൻകം ഡ്യൂറിങ് ദി ഇയർ? ഒരു വർഷം നിങ്ങളുടെ റണ്ണിങ് ഇൻകം, അതിൻ്റെ സോഴ്സ് പറയണം. എന്തൊക്കെ ചിലവുകൾ വരുമെന്ന് പറയണം. ആ ചിലവുകൾ എങ്ങനെ നിയന്ത്രിക്കണമെന്നും ആ ചിലവുകളിലൂടെ എങ്ങനെ അച്ചടക്കം രൂപപ്പെടുത്തിയെടുക്കണമെന്നും എങ്ങനെ നമുക്കൊരു പുതിയ ഒരു സമ്പദ് സംവിധാനമുണ്ടാകണമെന്നുമാണ് നീ ഒരു വർഷത്തിനുള്ളിൽ ഈ കണക്ക് അവതരിപ്പിക്കുമ്പോൾ പറയേണ്ടത്. അല്ലാതെ കിട്ടാവുന്ന കാശ് 4 ഭാഗത്ത് നിന്നും വാങ്ങി ഇനിയും കഴിയുന്നത്ര ഞാൻ ധൂർത്തടിക്കും, ഇതാ ഞാൻ നോളജ് എക്കോണമിയിലേക്ക് പോകുന്നു എന്ന് പറയുന്ന ഒരു ബഡ്ജറ്റിന് കൈയടിച്ചു കൊടുക്കുന്ന ഒരു നിയമസഭയും ഒരു മന്ത്രിസഭയുമാണ് നമുക്കിവിടെ ഉണ്ടായിരുന്നത്.
ഇനി അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചയായിട്ട് അദ്ദേഹം വിട്ടുപോയ കാര്യങ്ങൾ കൂടി പൂരിപ്പിച്ചുകൊണ്ട് ബാലഗോപാലനെ രണ്ടാമത് തോമസ് ഐസക്കിനെ ഒന്നുകൂടി എണ്ണ തേച്ച് കുളിപ്പിക്കാൻ വേണ്ടി തോമസ് ഐസക്കിൻ്റെ ബഡ്ജറ്റിനെ എണ്ണ തേച്ച് കുളിപ്പിക്കുന്നുവെന്ന് അങ്ങനെ ഒരു വാർത്ത. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു രോഗത്തിൻ്റെ കാര്യം, ഞാൻ പറഞ്ഞു രോഗത്തിൻ്റെ കാര്യം എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചാണ്. അതിനി അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാം. ഇന്നലെ കാണിച്ച ഈ കറക്കക്കുത്തും ഈ പന്നിമലത്തും ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും മനുഷ്യന് സഹിക്കാവുന്നതല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് എന്നും എന്താണ് അതിൻ്റെ റെലവൻസ് എന്നും എന്താണ് ഈ കൊറോണ ഈ വൈറസ് എന്നുള്ളതിനെ പറ്റിയുള്ള ആധികാരികമായിട്ടുള്ള പഠനങ്ങളുണ്ട്. ആ പഠനങ്ങളൊന്നും വിലക്കെടുക്കാതെ അവിടെ ICMRും WHO പറയുന്നത് പകർത്തി എഴുതുന്ന അവരുടെ കൊളോണിയൽ ദാസനായിരിക്കുന്ന ഒരാൾ വൈകുന്നേരമാകുമ്പോൾ കുറേ കണക്കും ചാർട്ടും അങ്ങോട്ട് മുമ്പോട്ട് വെച്ചിട്ട് പന്നിമലത്ത് നടത്തുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടിയെപ്പറ്റി ഞാൻ പിന്നീട് സംസാരിക്കും. ഇന്നിപ്പോൾ അതിന് സമയമില്ല, സമയം തീർന്നു പോയി. അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ പിന്നീട് സംസാരിക്കും. ഞാനിപ്പോൾ പറയുന്നത് ബാലഗോപാലൻ അവതരിപ്പിക്കാൻ പോകുന്ന ബഡ്ജറ്റിനെ കുറിച്ചാണ്. ബഡ്ജറ്റിനെ കുറിച്ച് അവതരിപ്പിക്കുമ്പോൾ അത് ബഡ്ജറ്റ് ആയിരിക്കുമ്പോഴത്തേക്ക് എനിക്ക് എത്ര ലക്ഷം രൂപയുടെ കടമുണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ആ കടത്തിൽ നിന്ന് കരകയറാനുള്ള മാർഗം എന്താണെന്ന് പറയണം. ഇന്നത്തെ ഒരു സംവിധാനത്തിൽ കേരളത്തിൽ നമുക്ക് ചുരുക്കാവുന്ന ചിലവുകൾ എത്ര, ഒരു മുഖ്യമന്ത്രിക്ക് എത്ര പ്രാവശ്യം ഹെലികോപ്റ്ററിൽ പോകണം. കാര്യം വെച്ചാൽ ആളുകൾ മുഴുവനും രോഗം പിടിച്ച് പരവശരായി പലരും വീട്ടിന് പുറത്തു പോലും ഇറങ്ങാതെ കൈയും കാലും ഇട്ട് കെട്ടി എടുക്കുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി എന്തിനാണ് ഹെലികോപ്റ്ററിൽ പോകുന്നത്? ഹെലികോപ്റ്ററിൽ പോയി ഇദ്ദേഹം എന്താ അത്യാവശ്യ കാര്യം സാധിച്ചത്? ഈ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഇദ്ദേഹം ഹെലികോപ്റ്ററിൽ പോയി എന്തൊക്കെ കാര്യങ്ങളാണ് അത്യാവശ്യമായിട്ട് സാധിച്ചു കളഞ്ഞത്? ഒരു ഹെലികോപ്റ്ററും വേണ്ട, നടന്നു പോയാൽ മതി. കണ്ണൂർ പോകണമെങ്കിൽ നടന്നു പോകണം, അല്ലെങ്കിൽ ട്രെയിനിൽ കയറി പോകണം. ഒരു സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ പിണറായി വിജയന് അവിടം വരെ പോകാവുന്നേ ഉള്ളൂ, പോയിട്ട് വരാവുന്നേ ഉള്ളൂ. എല്ലാ മന്ത്രിമാർക്കും അങ്ങനെ ജനകീയമായിട്ട് സഞ്ചരിക്കാം, ട്രെയിനിൽ കൂടെ സഞ്ചരിക്കാം, ബസ്സിൽ കൂടെ സഞ്ചരിക്കാം, അങ്ങനെ ജനകീയമായിട്ട്. അതിനിടയ്ക്ക് ഈ കോവിഡ് പിടിച്ച് ചത്തുപോകുന്നുള്ള പേടി കൊണ്ടാണെന്നുണ്ടെങ്കിൽ മൂക്കിൽ നന്നായിട്ട് വരിഞ്ഞ് കെട്ടിയിരുന്നാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ജാടകൾ വേണ്ട. കാരണം വെച്ചാൽ നിങ്ങൾക്കൊന്നും ഈ ഖജനാവിലെ ഒരു ചില്ലിലും തൊടാൻ യാതൊരു അവകാശവുമില്ല. യു ഹാവ് നോ റൈറ്റ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഒരവകാശവുമില്ല ഈ ഖജനാവിലെ ഒരു പൈസയും എടുത്ത് ചിലവഴിക്കാൻ. നിങ്ങൾ കുഞ്ഞുങ്ങളെ കുടുക്ക വരെ പൊട്ടിച്ച് അതിൻ്റെ കാശ് വരെ കൊണ്ടിട്ടിട്ട് അതിൽ നിന്ന് കൈയിട്ട് വാരി ഇഷ്ടം പോലെ ലോകം മുഴുവൻ വിതറിക്കളയാമെന്ന് വിചാരിക്കരുത്. നിങ്ങൾ ആളുകൾക്ക് ധർമ്മിഷ്ഠരാണ് എന്ന് തോന്നിക്കാൻ വേണ്ടി ആളുകൾക്ക് പല സൗജന്യ പദ്ധതികളും കൊടുക്കുന്നുണ്ടാകും, കൊള്ളാം, കൊടുത്തോളൂ. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇയാളിന്ന് മോദി കോവിഡ് കൊണ്ട് അനാഥരായവർക്ക് മാത്രം, ആ ഒരു കൺസെപ്റ്റിനെ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നത് ഏറ്റവും ശുംഭതരമാണ് അങ്ങനെ പറയുന്നത്. കോവിഡ് കൊണ്ട് അനാഥരായത് ഇന്ത്യൻ ജനതയാണ്, ഇന്ത്യയിലെ ജനലക്ഷങ്ങളാണ്, ഇന്ത്യൻ ജനജീവിതമാണ് നിങ്ങളുടെ കോവിഡിൻ്റെ കള്ളക്കഥയിൽ തുലഞ്ഞു പോയത്. അത് നിങ്ങൾ 2-3 കുട്ടികളെ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് എന്തെങ്കിലും കൊടുത്ത് അതിൻ്റെ പാവപരിഹാരം നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല, പാവപരിഹാരം നടത്താൻ പറ്റില്ല. ഇപ്പോൾ ഇന്നത്തെ പത്രത്തിലുണ്ട്, ഇവിടെ കേരള ഗവൺമെൻറ് പ്രഖ്യാപിച്ചതിനും എത്രയോ ഇരട്ടി വലിയ തുക കോവിഡിൻ്റെ കാഷ്വാലിറ്റീസിന് കൊടുക്കാൻ പോവുകയാണ് എന്നൊരു പ്രഖ്യാപനം മോഡിയുടേതാണ്. മോഡിക്ക് എന്താ കൊടുത്ത? മോഡി എത്ര കോടിയുടെ കടത്തിലാണ് നിൽക്കുന്നത്? മോഡിക്ക് എന്താ കൊടുത്താൽ? മോഡി ആരുടെ നിന്നൊക്കെ കാശ് വാങ്ങുന്നു, കടം കൊടുക്കാതിരിക്കുന്നു, രാജ്യത്തെ കടത്തിൻ്റെ കെണിയിൽ കെട്ടിയിട്ടിട്ട് നിൽക്കുന്നു. ആ മോഡിക്ക് എന്താ കൊടുത്താൽ? മോഡി എവിടെ നിന്നെങ്കിലും കാശെടുത്ത് ആർക്കെങ്കിലും കൊടുക്കും. അതിനിടയ്ക്ക് പറഞ്ഞില്ലേ, കഴിഞ്ഞ ഇലക്ഷന് രാജീവ് ഗാന്ധിയോ രാജീവ് ഗാന്ധി എന്നല്ലേ ഇവിടെ പേര്, രാജീവ് ഗാന്ധി മരിച്ചു, എനിക്ക് കുറച്ചുകൂടെ ബഹുമാനമുണ്ട് രാജീവ് ഗാന്ധി എന്ന് പറയുമ്പോൾ. ഈ പയ്യൻ രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞ എന്താണ്, കോൺഗ്രസ്സുകാർ എല്ലാ ദിവസവും അധികാരത്തിൽ വരികയാണെങ്കിൽ എല്ലാ മാസവും
എല്ലാ വീട്ടിലും 6000 രൂപ മണി ഓർഡർ അയക്കും. എന്തൊക്കെയാണ് ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങളൊരു ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നു, രാജ്യത്തിൻ്റെ ധനസ്ഥിതി എന്താണ് എന്നുള്ളതിനെപ്പറ്റി ഒരു അസസ്മെൻ്റ് നടത്താൻ പോകുന്നു. എങ്ങനെയാണ് ധനസ്ഥിതിയെ നമ്മൾ വളരെ ക്രിയാത്മകമായി, സർഗാത്മകമായി, ഉൽപ്പാദനപരമായി ഉയർത്തിക്കൊണ്ടുവന്ന് മറ്റ് രാജ്യങ്ങളെപ്പോലെ തലയുയർത്തി നിന്നുകൊണ്ട് നമ്മളൊരു ഉപഭോക്തൃ സമൂഹമല്ല, നമ്മൾ ഉപഭോക്താക്കളല്ല. നിങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിച്ചു കൊണ്ടുപോവാ, ഞാനിവിടെ വായും തുറന്ന് തിന്നാൻ വേണ്ടിയിരിക്കുകയാണ്, അതിനുള്ള കാശ് ഫ്ലോട്ട് ചെയ്ത് തന്നാൽ മതി, പലതരത്തിൽ കാശ് ഫ്ലോട്ട് ചെയ്ത് തന്നാൽ മതി. എപ്പോഴും കാശിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കണം. അതാണല്ലോ പുതിയ സാമ്പത്തിക സിദ്ധാന്തം. കാശങ്ങനെ മാർക്കറ്റിൽ ഒഴുകിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് സജീവമാവും, മാർക്കറ്റ് വളരും, മുതലാളി വളരും. നമ്മൾ ഉപഭോക്താവ് തിന്ന് 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 ഒന്നിനും കൊള്ളാത്ത ഒരു ജന്മമായി, ചരിത്രത്തിന് വേണ്ടാത്ത ഒരു അപശകുനമായി ചരിത്രത്തിൻ്റെ ചവറ്റു കുട്ടയിൽ എറിയപ്പെടും. അങ്ങനെ തീരുന്ന ഒരു മലയാളിയായി നമ്മൾ മാറണോ മാറണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഈ ബഡ്ജറ്റ് പുനഃസംഘടനയിലാണ്. അത് ഉത്തരവാദിത്വമുള്ളൊരു പ്രശ്നമാണ്. അത് തോമസ് ഐസക്കിനെ എണ്ണ തേച്ച് കുളിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഉത്തരമല്ല, അങ്ങനെ എളുപ്പത്തിൽ കിട്ടുന്ന ഉത്തരമല്ല എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഞാൻ തൽക്കാലം ഇത് മാത്രമേ പറയുന്നുള്ളൂ. എന്തായിരിക്കണം എന്നുള്ളതിനെപ്പറ്റി പറയുമ്പോൾ, എങ്ങനെയാണ് സോഴ്സസ് ഓഫ് ഇൻകം ഡെവലപ്പ് ചെയ്യേണ്ടത്, ഏതൊക്കെ ഏരിയ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പരാധീനതകൾ എന്താണ്, നമ്മുടെ ധൂർത്തമായ ചെലവുകൾ എവിടെയാണ്, അവിടെയൊക്കെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ വരിഞ്ഞു കെട്ടി നിർത്തേണ്ടത്, അവിടെയൊക്കെ എങ്ങനെയാണ് നമ്മൾ പുതിയ പദ്ധതികളുടെ ഇടങ്ങൾ കണ്ടെത്തേണ്ടത്, എങ്ങനെയാണ് നമുക്ക് നമ്മുടെ രാജ്യം, നമ്മുടെ ആഴക്കടലും തീരക്കടലും ഉൾനാടൻ ജലാശയങ്ങളും നമ്മുടെ മണ്ണും പരിസ്ഥിതിയുടെ പേരിൽ മറ്റുള്ളവർക്കായിട്ട് ഒഴിച്ചിട്ടിരിക്കുന്ന നമ്മുടെ മണ്ണും രക്ഷിക്കേണ്ടത് എങ്ങനെയാണ് നമുക്കൊരു കേരളം എന്ന രീതിയിൽ, ഇന്ത്യയുടെ ഒരു സംസ്ഥാനം എന്ന നിലയിൽ നമ്മുടെ ഇൻ്റഗ്രിറ്റി നിലനിർത്താൻ കഴിയുക. മതലഹളകളില്ലാതെ, മാത്സര്യങ്ങളില്ലാതെ, കൊതിയില്ലാതെ, അന്യനെ പിടിച്ചു പറിക്കാതെ ജീവിക്കുന്ന ഒരു ജീവിത സൗഹാർദ്ദത്തിൻ്റെ മനസ്സുണ്ടാകണമെങ്കിൽ സാമ്പത്തിക നില മര്യാദയുള്ളതായിരിക്കണം. അവിടെ ചൂഷണമുണ്ടാകാൻ പാടില്ല. 1,30,000 രൂപയുടെ കടം കൊടുത്ത് മുടിയാൻ വേണ്ടിയുള്ളവരല്ല ഇനി വരുന്ന തലമുറ, ഇനി വരുന്ന കുഞ്ഞുങ്ങൾ. നിങ്ങൾ പറയുന്നുണ്ടല്ലോ, കൊച്ചുകൾ കുടുക്ക പൊട്ടിച്ച് മുഖ്യമന്ത്രിയുടെ നിധിയിലേക്ക് സംഭാവന ചെയ്തെന്ന് അവരുടെ കുടുക്കുകൾ പൊട്ടിക്കുകയാണ്. കൊച്ചുങ്ങൾ കുടുക്കുകൾ പൊട്ടിക്കുകയാണ്. എന്താണ് 2 വർഷം കഴിയുമ്പോൾ എത്ര ലക്ഷം കോടിയുടെ കടമാണ് അവരുടെ കഴുത്തിൽ വീഴുമെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഉള്ള കുടുക്ക കൂടി മുഖ്യമന്ത്രിയുടെ തലയിൽ എറിഞ്ഞ് പൊട്ടിച്ച് അവർ വരാനിരിക്കുന്ന ഒരു കാലത്തിന് തയ്യാറെടുക്കുകയാണ്. നമ്മുടെ ഭാവി എന്ത് എന്ന് നമുക്ക് നിശ്ചയമില്ലാത്തതുകൊണ്ട് നമ്മൾ സംഭരിച്ചു വച്ചിരിക്കുന്ന അവസാനത്തെ ചില്ലിക്കാശും നിനക്ക് നിയന്ത്രിച്ചിട്ട് ഞങ്ങൾ ചരിത്രത്തിൽ നിന്ന് ഇനി എന്താണ് തിരികെ കിട്ടേണ്ടത് എന്ന് അന്വേഷിക്കാൻ പോവുകയാണ്. അവരന്വേഷണം അവരുടെ യഥാർത്ഥമായ ഭാഷയിൽ അവരന്വേഷണം ആരംഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പല ചോദ്യങ്ങൾക്കും മറുപടി പറയേണ്ടി വരും. നിങ്ങൾക്ക് ഒളിച്ചോടാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒളിച്ചോടാൻ പറ്റില്ല, എവിടെയും ഒളിച്ചോടാൻ പറ്റില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു മാധ്യമം ഇരിപ്പുണ്ട്, ഒരു മനോരമ ഇരിപ്പുണ്ട്, ഒരു മാതൃഭൂമി ഇരിപ്പുണ്ട്. എല്ലാ മാധ്യമങ്ങളും നിങ്ങളുടേതാണ്, എല്ലാ നാവുകളും നിങ്ങളുടേതാണ്, എല്ലാ കണ്ണുകളും നിങ്ങളുടേതാണ്, എല്ലാ കാതുകളും നിങ്ങളുടേതാണ്. മറ്റുള്ള ആർക്കും കണ്ണുകളും കാതുകളും കേൾവിശേഷിയും ഒന്നുമില്ല. വല്ലതും കൊടുത്താൽ തിന്നുകൊണ്ടിരിക്കുന്ന ഒരു ജനത മാത്രമാണ് കേരളം എന്ന് നിങ്ങൾ കരുതുന്നു. സമയാസമയങ്ങളിൽ എന്തെങ്കിലും എത്തിച്ചു കൊടുത്താൽ തിന്നുകൊണ്ടിരിക്കുന്ന ഒരു ജനത മാത്രമാണ് കേരളം എന്നുള്ളത് കൊണ്ട് സ്വയം മസ്തിഷ്കമില്ലാത്ത, കണ്ണുകളില്ലാത്ത, കാതുകളില്ലാത്ത, നാവില്ലാത്ത, ശബ്ദമില്ലാത്ത ഒരു നിശ്ചലമായ പ്രകൃതമാണ്
വയറ് നിറയ്ക്കുവാൻ വേണ്ടി വാവിളർന്നിരിക്കുന്ന ഒരു ഉപഭോക്തൃ സമൂഹം മാത്രമാണ് കേരളം എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നുവെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് നിങ്ങൾക്ക് തിരുത്തേണ്ടി വരും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ നിർത്തുകയാണ്. ഇനി ഇന്നലെ ഈ നടത്തിയ പന്നിമലത്ത് ഈ നമ്മുടെ മുഖ്യമന്ത്രി ഈ 7 മണി സമയത്ത് കുറേ ചാർട്ട് വെച്ചിട്ട് നടത്തിയ പന്നിമലത്തുണ്ടല്ലോ, അതിൻ്റെ ശാസ്ത്രീയതയെക്കുറിച്ച് എനിക്ക് സംസാരിക്കാനുണ്ട്. അത് തൽക്കാലം സമയമില്ലാത്തതുകൊണ്ട് മാറ്റിവെക്കുകയാണ്. ശരി, നിർത്താം.